ഇന്ത്യൻ ട്രൂത്തിന്റെ ഡയലോഗ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥികളായിട്ടുള്ളത് മലയാളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിലെ ശ്രദ്ധേയരായ രണ്ട് മുഖങ്ങളാണ്. ശ്രീ രാജൻ തിരുവോത്ത്, കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരവും സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ അവാർഡും കൂടാതെ നാടക സംബന്ധിയായ വൈജ്ഞാനിക ഗ്രന്ഥത്തിനുള്ള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരവും കരസ്ഥമാക്കിയ പേരാമ്പ്രയുടെ ദൈക്ഷണിക മുഖം എന്ന് നമ്മൾക്ക് പേരാമ്പ്രക്കാർ അഭിമാനത്തോടെ പറയുന്ന ശ്രീ രാജൻ തിരുവോത്ത്. ശ്രീ രാജൻ തിരുവോത്തിന്റെ എഴുത്തിന്റെ നാൾവഴികളിലേക്ക് സർഗസഞ്ചാരം നടത്തുന്നു നമ്മുടെ പ്രിയങ്കരനായ ശ്രീ രമേഷ് കാവി. അധ്യാപകൻ, ഗാനരചയിതാവ്, നാടകകൃത്ത്, പ്രഭാഷകൻ എന്നീ നിലകളിലെല്ലാം തൻ്റെ കയ്യൊപ്പ് പതിച്ച കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ നമ്മുടെ നാടിനെ അടയാളപ്പെടുത്തിയ ശ്രീ രമേഷ് കാവിൽ, രണ്ടുപേരെയും നമുക്ക് സ്വാഗതം ചെയ്യാം ഇന്ത്യൻ ട്രൂത്തിന്റെ ഡയലോഗ് പ്രോഗ്രാമിലേക്ക്. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ രമേഷ് കാവിൽ. ഞാനിപ്പോൾ കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയ ശ്രീ രാജൻ തിരുവോത്തിൻ്റെ മുന്നിലാണ് ഇരിക്കുന്നത്. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയ ഒരു വ്യക്തി സാഹിത്യത്തിൻ്റെ സമസ്ത മേഖലകളിലും തൻ്റെ കയ്യൊപ്പ് ചാർത്തിയ ഒരാളാണ് എന്നത് ഈ പുരസ്കാരത്തിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സാഹിത്യ ജീവിതത്തിലൂടെയും അദ്ദേഹം സാഹിത്യകാരനായി വന്ന വഴികളിലൂടെയുമൊക്കെ ഒരു സഞ്ചാരം സമൂഹത്തിന് വളരെ ഉപകാരപ്പെടും എന്നുറപ്പാണ്. അതുകൊണ്ട് നമുക്ക് രാജൻ തിരുവോത്തുമായി സ്നേഹപൂർവമായ സംവാദത്തിൽ ഏർപ്പെടാം. അദ്ദേഹത്തിന് ഒരുപാട് പറയാനുണ്ടാവും. ഒരു അഭിമുഖം എന്ന് പറയുന്നത് ചോദ്യകർത്താവിൻ്റെ ഭാഗം വളരെ ചുരുങ്ങിയതായിരിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ചെറിയ ചില ചോദ്യങ്ങളിലൂടെ വലിയ ചില ആശയങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ കഴിയും. അത്രയും അനുഭവ പരിസരമുണ്ട്, വായനാ പരിസരമുണ്ട്, ആ എഴുത്തിൻ്റെ വലിയൊരു ലോകമുണ്ട്, എൻ്റെ ഒരു വ്യത്യസ്തതയുണ്ട്. അതൊക്കെ ഉണ്ട് ശ്രീ രാജൻ തിരുവോത്തിൽ. പ്രിയപ്പെട്ട രാജമാഷ്, കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം പേരാമ്പ്ര ഭാഗത്തേക്ക് ആദ്യമായിട്ടാണ് വരുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൽ അങ്ങേക്ക് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ കൂടി അറിയിക്കുകയാണ്. അതുകൊണ്ട് ചെറിയ ചില ചോദ്യങ്ങളിലൂടെ നമുക്ക് വലിയൊരു വിജ്ഞാന ലോകം തുറന്നു വെക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും സാഹിത്യത്തിൻ്റെ സമസ്ത മേഖലകളിലും രാജൻ തിരുവോത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യം അറിയേണ്ടത്, ഞാൻ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ചോദ്യമായിട്ട് അത് കാണുന്നത്, അങ്ങ് നല്ലൊരു വായനക്കാരനാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഇംഗ്ലീഷിൽ തന്നെ വായിച്ചു എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ വായന, കുട്ടിക്കാലത്തുള്ള വായന, പുസ്തകങ്ങളോടുള്ള അടുപ്പം, ഇത് രാജൻ തിരുവോത്തിനെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ഒന്ന് വിശദമായിട്ട് പറഞ്ഞു തരാം. എനിക്ക് തോന്നുന്നത് അക്ഷരങ്ങൾ ആദ്യം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ പതുക്കെ നടന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ആചാരാനുഷ്ഠാനങ്ങൾ, കർക്കിടക മാസത്തിലെ രാമായണം വായന, തുടർന്ന് വരുന്ന കൃഷ്ണപ്പാട്ട് വായന, പിന്നെ അച്ഛന് സ്ഥിരമായിട്ട് രാത്രിയിൽ ഉറങ്ങുന്നത് സന്ധ്യയ്ക്ക് വന്നു കഴിഞ്ഞാൽ, കുളിച്ചു കഴിഞ്ഞാൽ ഭാഗവതം, ഭഗവത്ഗീത, ബാല, അങ്ങനെ തുടങ്ങിയ ഒരുപാട് സാധനങ്ങൾ എല്ലാ ദിവസവും വായിക്കും. അത് അച്ഛനൊരു സംഗീതജ്ഞനൊന്നല്ലെങ്കിലും സാമാന്യ ആൾക്ക് കേൾക്കാവുന്ന, ഒരു കുട്ടിക്കൊക്കെ കേട്ട് രസിക്കാവുന്ന ഈണത്തിലാണ് ആകുക. പിന്നീട് രാമായണം വായിക്കും കർക്കിടക മാസമാകുമ്പോൾ. അത് വളരെ ഉച്ചത്തിൽ വായിക്കും. അടുത്ത അമ്മ ഇരിക്കുന്നുണ്ട്. അമ്മ സംഗീതത്തിൽ പ്രിയമുണ്ടെന്ന് മാത്രമല്ല 9 വർഷം അങ്ങനെ ശാസ്ത്രീയ സംഗീതം പഠിച്ചൊരാളാണ്. അപ്പം അമ്മയും കൂടി കൂടിയിട്ട് ഇത് വായിക്കും. അപ്പം ഞാൻ ആണ് എല്ലാവരും ഇളയതായ ഞാൻ അവരെ അടുത്തിങ്ങനെ ഇരിക്കും, ചെറുതാണ്. അപ്പം അമ്മയും അച്ഛനോട് കൂടിയിട്ട് ഞങ്ങളെ വീടിന് കുറച്ചപ്പുറത്തുള്ള
ഒരു ബേക്കറി അല്ല, അപ്പക്കൂട്, അപ്പങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലം. അത് മലപ്പുറം ജില്ലയിലെ ആൾക്കാർ, മുസ്ലിംസാണ്. അവർ ഈ രാമായണം വായിച്ച് കഥ പറയുന്നത് കേൾക്കാൻ വരും. അക്കാലത്ത് തന്നെ അങ്ങനെ ഉണ്ടായിരുന്നു. തീർച്ചയായും. അപ്പം കാട്ടിലൂടെ പോകുന്ന സീതാദേവിയുടെ കഥയൊക്കെ അമ്മ ഇങ്ങനെ പറയുമ്പോൾ അവരിൽ ചില ആൾക്കാർ അത് ആസ്വദിച്ചിട്ട് വല്ലാത്തൊരു മാനസികാവസ്ഥ അവരനുഭവിക്കുന്നതൊക്കെ ഞാനിങ്ങനെ സാഗൂതും നോക്കി നിൽക്കുകയും ചെയ്യും. അങ്ങനെയായിരിക്കണം ചിലപ്പം ലേശം സംഗീതത്തിൻ്റെയും ലേശം അക്ഷരവും എന്നിലേക്ക് ഇങ്ങനെ വന്നത്. അന്ന് മുതൽക്ക് തന്നെ എന്ത് കിട്ടിയാലും, അന്നിങ്ങനെ കൊണ്ടാച്ച പുസ്തകങ്ങളൊന്നും ഇല്ല. അച്ഛൻ്റെ അടുത്തുള്ള സംസ്കൃത ഗ്രന്ഥങ്ങൾ, വൈദ്യം, വിഷവൈദ്യം, മന്ത്രവാദം, കളരി അഭ്യാസം അങ്ങനെ തുടങ്ങിയതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ഞാനതൊക്കെ വെറുതെ മറച്ചു വെക്കും. ഒരിക്കലും അതിന് അച്ഛൻ തടസ്സം നിന്നിരുന്നില്ല. പിന്നീട് അച്ഛൻ ചെയ്തിരുന്ന ഒരു കാര്യം, ഈ അന്ന് വൈകുന്നേരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വരുന്ന ഒരു പത്രം പ്രദീപം പത്രം. അതിൻ്റെ അകത്ത് ഈ ചില സാധനങ്ങളുണ്ടാവും. അപ്പം അത് അച്ഛൻ അതിൻ്റെ ഒരു കോപ്പി വാങ്ങിയിട്ട് കൊണ്ടുതരും. നീ വായിച്ച് പഠിക്കണം എന്നുള്ള അങ്ങനത്തെ ഒന്നുമില്ല, ഒരു സാധനം ഇതാ. അപ്പം ഞാനത് മുഴുവൻ വായിക്കും. അങ്ങനെ വായിച്ച് മെല്ലെ ഞാൻ UP സ്കൂളിലേക്കെല്ലാം 5ലൊക്കെ എത്തുമ്പോഴേക്ക് മാഷന്മാർ, ഏറ്റവും പ്രധാനപ്പെട്ട പേരാണുള്ളൊരു ദേവി ടീച്ചർ, എന്നെ പദ്യം ചൊല്ലാൻ അങ്ങനെയുള്ള ചെറിയ പുസ്തകങ്ങൾ എടുത്തു തരാം. അങ്ങനെ ഞാൻ അറിയാതെ കണ്ടാണ് വായനയിലേക്ക് കിടക്കുന്നത്. അങ്ങനെ 8ാം തരത്തിലൊക്കെ എത്തുമ്പോഴേക്കും എന്തുകൊണ്ടാണെന്നറിയില്ല, പിന്നെ ചില അധ്യാപകർ, ഗോപിനാഥ മാഷൊക്കെ ഉണ്ട്, എനിക്ക് വലിയ അക്ഷരത്തിലുള്ള ഇംഗ്ലീഷ് പുസ്തകം എടുത്തുകൊണ്ട് തരും, വായിച്ചു പറഞ്ഞു. എൻ്റെ ക്ലാസ്സിലെ മറ്റാർക്കും കൊടുക്കുന്നതൊന്നും ഞാൻ കണ്ടില്ല. അപ്പം ഞാനത് കൊണ്ട് എൻ്റെ പാഠപുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞ ശേഷം ഈ പുസ്തകം ഞാൻ കാര്യമായിട്ട് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥമൊക്കെ ചുഴിഞ്ഞ് മനസ്സിലാക്കി, ഇല്ലാത്തതിന് വേറെ ജനറേഷൻ കടലാസിലൊക്കെ പെൻസിൽ കൊണ്ട് എഴുതി പിറ്റേന്ന് മാഷെ കാണിച്ച് അതിൻ്റെ അർത്ഥമൊക്കെ ഗ്രഹിച്ച് അങ്ങനെ ആ ക്ലാസ്സിലൊക്കെ എനിക്ക് ഇംഗ്ലീഷിൽ നല്ല മാർക്കും കിട്ടുമായിരുന്നു. അങ്ങനെ ആണ് ഞാൻ പിന്നെ രമേശ് മാഷ് പറഞ്ഞ പോലെ ഞാൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയെ കുറിച്ച് ഞാൻ അന്നേ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒന്ന് വായിച്ചാലെന്താണ്. അപ്പം ഇത് അറിവിൻ്റെ മേഖല. ഒരിക്കലും ബർണാഷ പറഞ്ഞിരുന്നു, വെറുതെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ പലതും പറയുമ്പോൾ എനിക്ക് മാർക്സിനെ കുറിച്ചൊക്കെ തെറ്റായൊരു ബോധമാണ് ഉണ്ടായിരുന്നതെന്ന് ഷാ പറയുന്നു. പക്ഷെ ഒരിക്കലും ഫാബിയൻ സോഷ്യലിസത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന ഒരാൾ മാർക്സിനെ കുറിച്ചിങ്ങനെ വല്ലാണ്ട് പറയുന്നത് കേട്ടപ്പോൾ ഷായ്ക്ക് തോന്നി, എന്നാൽ പിന്നെ മാർക്സ് ആരാന്ന് അറിയണം. അങ്ങനെ ചെന്നിട്ട് മാർക്സ് എഴുതിയ എല്ലാ പുസ്തകങ്ങളും, അത് ഡെസ് ക്യാപിറ്റൽ ആയാലും ശരി, മാർക്സ് ഓൺ റിലീജിയൻ ആയാലും ശരി, ജർമ്മൻ ഐഡിയോളജി ആയാലും ശരി, അങ്ങനെ എല്ലാ പുസ്തകങ്ങളും ഒന്നിച്ചെടുത്ത് ആ ഒരു മുറിക്കകത്തിട്ട് സ്വയം വാതിലടിച്ച് വായിച്ചു തീർത്തു. എന്നിട്ട് ഷാ എഴുതിയിരിക്കുന്നത്, വെൻ ഐ ഹാഡ് ഗോൺ ത്രൂ മാർക്സ് ഐ കുഡ് സീ ഹിസ്റ്ററി ഇൻ എ ന്യൂ ലൈറ്റ് എന്നാണ്. അപ്പം ചരിത്രത്തെ ഒരു പുതിയ വെളിച്ചത്തിൽ കാണാൻ ഷായ്ക്ക് കഴിഞ്ഞത് മാർക്സിനെ വായിച്ചിട്ടാണ്. അത് ഈ ഒരു കാര്യത്തിൻ്റെ സൂചന ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെ ഒരു അധ്യാപകൻ ക്ലാസ് എന്ന് പറഞ്ഞിരുന്നു. അപ്പം പെട്ടെന്ന് എനിക്കതങ്ങ് പിടിച്ചെടുക്കാനായില്ലെങ്കിലും ഞാൻ ആ മാഷോട് പുറകെ പോയിട്ട് ആ പറഞ്ഞ് ഒന്നുകൂടി പറയുമെന്ന് ചോദിച്ചു. അയാൾ ഒരു 13 വയസ്സായ ഒരു പയ്യൻ ഇങ്ങനെ ചോദിക്കുന്നില്ല എന്നുള്ള ഒരു സന്തോഷത്തിൽ അയാൾ വേഗം പട്ടികേൻ്റെ അതൊന്നൊരു കടലാസിങ് പറിച്ചിട്ട് എഴുതി തന്നു. അങ്ങനെയാണ് ഞാൻ ഒരു മാഷോടെ ചോദിച്ചത്, ഇത് ഇവിടെ കിട്ടുമോ മാനിഫെസ്റ്റോ. അയാൾ എന്നോട് ചോദിച്ചാൽ ചിരിച്ചുകൊണ്ട്, നല്ല മാഷാണ്, മാനിഫെസ്റ്റോ വായിക്കാനൊക്കെ ആയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആയോ ആയില്ലോ എന്നുള്ളതല്ല, എനിക്കതൊന്ന് വായിക്കേണ്ടിയിരുന്നു. ഞാനത് മാനിഫെസ്റ്റോ മുഴുവൻ വായിച്ചു എന്ന് മാത്രമല്ല, ഈ കമ്മ്യൂണിസത്തെക്കുറിച്ചൊന്നും വലിയൊരു ബോധമൊന്നും അച്ഛനുണ്ടായിരുന്നില്ല. കാരണം അവർ ഈ പരമ്പരാഗത സംസ്കൃതത്തെ ആയതുകൊണ്ട് ഞാൻ എന്താ വായിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം അച്ഛനിങ്ങനെ മുറുക്കാനടിച്ചുകൊണ്ടാണ് ചോദിച്ചത്. ഞാനിങ്ങനെ ഒരു ചിമ്മണി വിളക്കിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിലത്ത് കുത്തിയിരുന്ന് ഇങ്ങനെ വായിക്കുമ്പോൾ എന്തെന്നാ ഇത്ര കഷ്ടപ്പെട്ട് വായിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആണ്. ഞാൻ ചോദിച്ചു, ഞാൻ ഇത് വായിച്ചിങ്ങനെ മലയാളത്തിൽ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു. അത് എനിക്ക് കൂടി മനസ്സിലാവാൻ വേണ്ടിയാണ്. അത് മലയാളത്തിൽ ഇനി പറഞ്ഞു തരുമെന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഓരോ പേജ് പിന്നെ മാനിഫെസ്റ്റോ വായിച്ച് തീരുന്നവരെ അച്ഛനെല്ലാം സന്ധ്യയാകുമ്പോൾ ചോദിക്കും, എടുക്കുന്ന വായിക്കാനല്ലേ,
ഏത് മറ്റു പുസ്തകമല്ല. ഇന്നാൾ വായിച്ചതിൻ്റെ ബാക്കി. അങ്ങനെ മാനിഫെസ്റ്റോ മുഴുവനും അച്ഛന് ഞാൻ വായിച്ചു കൊടുക്കുമ്പോൾ ഞാൻ സ്വമേധയാ പഠിച്ചു എന്നുള്ളതാണ്. അതെ അതെ അതെ, അത് വല്ലാത്തൊരു അനുഭവം. അത് ഒരു അച്ഛനെ മകൻ പഠിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അദ്ദേഹം അതേവരെ വന്ന ഒരു പരമ്പരാഗതമായ രാഷ്ട്രീയ ചിന്തകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടാക്കി കൊടുക്കല്ലേ മകൻ. എന്നിട്ട് അതിൽ അങ്ങനെ അച്ഛൻ്റെ അടുത്ത് വേറെ 2-3 കാര്യങ്ങൾ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ആ കാലഘട്ടത്തിൻ്റെതായ ഒരു ഇല്ലായ്മേൻ്റെ പ്രശ്നമൊക്കെ വല്ലാണ്ട് ഞാനും അനുഭവിച്ചാണ്. ഒരു ദിവസം ഞാൻ സ്കൂൾ വിട്ട് വരിക, നല്ല വസ്ത്രമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛൻ എന്നെയും കാത്തുകൊണ്ട് നിൽക്കുക ഇപ്പോഴത്തെ പള്ളീൻ്റെ മുമ്പിൽ. അപ്പം എന്നെയും കണ്ട് ഇന്ന് എത്ര എന്താ വയ്യെന്ന് വെച്ചു. വളരെ നൈസായിട്ട് എന്നെ വെച്ചു, കാരണം ഞാൻ എല്ലാവരും ഇളയതാണ്, ഒന്നുമില്ല എന്ന് പറഞ്ഞു. എന്നോടൊരു കാര്യം ചോദിക്കട്ടെ എന്നാണ് സുകാര്യം. എന്നോട് ചോദിച്ചു, കുചേലൻ്റെ ശരിക്കുള്ള പേരെന്താ എനിക്ക് ഓർമ്മയുണ്ടോ? ആരാ ചോദിക്കുന്നതെന്നറിയോ? സംസ്കൃതത്തിൽ ഇനിയൊന്നും മഹാകാവ്യങ്ങളിലൊന്നും വായിക്കാൻ ബാക്കിയില്ലാത്ത ഒരാളാണ് എൻ്റെ അച്ഛൻ. വൈദ്യശാസ്ത്രത്തിൽ അപാര പാണ്ഡിത്യമുണ്ടായിരുന്ന ആൾ. ഈ വൈദ്യവും വിഷവൈദ്യവും മാന്ത്രികവിദ്യയും ഒക്കെ പഠിച്ച ഒരാളാണ്. അയാളുടെ 14 വയസ്സ് തന്നെ തികയാത്തൊരു മകനോട് ചോദിക്കുന്നത് എന്താണ് കുചേലൻ്റെ ശരിക്കുള്ള പേരെന്ന്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, സുധാമ. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. അച്ഛൻ്റെ കണ്ണ് പറഞ്ഞു. ഇത് എനിക്കൊന്നും വാങ്ങിത്തരാനൊന്നും അന്നേരം ഇവർക്കാവില്ല. എന്നെ ഇങ്ങനെ പിടിച്ച് അടുപ്പിച്ചിട്ട് എൻ്റെ തലയിലൊന്ന് ഉമ്മ വെച്ചു, പോട് എന്ന് പറഞ്ഞു. അന്നത്തെ ഈ ഉമ്മയൊക്കെ എൻ്റെ മൂർധാവിലല്ല എൻ്റെ ബോധത്തിൽ തന്നെ എത്ര നേരം ചൂടാണ് ഏൽപ്പിച്ചതെന്നുള്ളത് എനിക്ക് ഇപ്പോഴും പറയാനാണ്. അങ്ങനെ ഒരുപാട് അച്ഛന് കിട്ടുന്ന പുസ്തകങ്ങൾ കൊണ്ടുതരിക, വേറൊന്നും പറയുന്നില്ല, വായിച്ചൊന്നും. അങ്ങനെയാണ് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രിക്ക് ചേർന്നവരൊക്കെ ഗുരുവായൂരപ്പൻ കോളേജിലാണ്. പ്രീ ഡിഗ്രിക്കും ഗുരുവായൂരപ്പൻ കോളേജിൽ തന്നെ. സ്വകാര്യം പോയിട്ട് പുസ്തകങ്ങളൊക്കെ എടുക്കും, വായിക്കും. പിന്നെ എനിക്ക് വായിക്കാണ്ട് കിടന്നുറങ്ങാൻ പറ്റില്ല എന്നുള്ളത്. ഞാനൊന്നും ചെയ്തില്ല, ഞാൻ വായിച്ചില്ലെങ്കിൽ ഞാനൊന്നും ചെയ്തില്ല എന്നൊരു തോന്നലിലേക്ക് ഞാൻ എത്തിപ്പെട്ടു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴാണ് എന്താ ഇപ്പോൾ എന്തെങ്കിലും എഴുതി നോക്കിയാലെന്നുള്ളൊരു തോന്നലുണ്ടാകുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കവിത എഴുതി പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ചെയ്യില്ല. എന്നാൽ പോലും എല്ലാവരും തുടങ്ങും പോലെ ഞാൻ കവിതയിലൊന്ന് തുടങ്ങി നോക്കി. ആരെയും കാണിക്കുകയൊന്നുമില്ല. എന്നിട്ട് ഇപ്പറഞ്ഞ ഇതെല്ലാം ചെയ്തു തരുന്ന അച്ഛനെ പോലും കാണിക്കില്ല. ഒരു ദിവസം PT ഭാസ്കരപ്പണിക്കർ നടത്തുന്ന സമീക്ഷ എന്ന് പറഞ്ഞൊരു മാസിക, അത് ഞാൻ വേറൊരാളെടുത്ത് നിന്നാണ് കണ്ടത്. അതുപോലെ PN മേനോൻ എഡിറ്ററായി, മേനോൻ സാർ അതിൽ സജീവമായിട്ടുണ്ടായിരുന്നല്ലോ, മേനോൻ്റെ പേരാണുള്ളത്. ഒരു മാസിക ഉണ്ടായിരുന്നു, അന്വേഷണം എന്ന് പറയുന്ന മാസിക. അതിൻ്റെ അകത്താണ് മേതിൽ രവീൻ്റെ കഥയൊക്കെ ഇപ്പോൾ ഓർമ്മയുണ്ട്. അയാളുടെ യുറേനിയം പരീക്ഷണം എന്നുള്ള കഥയൊക്കെ വന്നതില്ല. അപ്പോൾ അതൊക്കെ VK ബാലചന്ദ്രൻ്റെ വീട്ടിലാണുണ്ടാവുക. ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ വായിച്ചപ്പോൾ ഞാനൊരു അഡ്രസ്സ് എടുത്തിട്ട് ഞാൻ ഈ സമീക്ഷയിലേക്ക് ഒരു കവിതയും അയച്ചിട്ട് അടുത്ത ആഴ്ച സമീക്ഷ ഇറങ്ങിയപ്പോൾ എൻ്റെ കവിതയാണ് ഏറ്റവും ആദ്യമുള്ളത്. മാത്രമല്ല ഭാസ്കരപ്പണിക്കർ അദ്ദേഹത്തിൻ്റെ ഒരു കത്തും, ഇങ്ങനെ എഴുതണം, അങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം, ഇന്ന പുസ്തകങ്ങളൊക്കെ വായിക്കണം എന്നൊക്കെ പറഞ്ഞു. ആ പുസ്തകങ്ങളൊക്കെ തേടിപ്പിടിച്ച് ഞാൻ വായിച്ച് മാർസിൻ്റെ പിന്നീടുള്ള ഒരുപാട് പുസ്തകങ്ങൾ പറഞ്ഞ ഒരു അത്യാർത്ഥി പോലെ വായിച്ച് തീർത്ത്. അന്നേരമാണ് ഷൈനൊക്കെ വായിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാകുന്നത്. എങ്ങനെയാണ് വർണ്ണാശ്വന്ന് എഴുതിയ വിശേഷമൊന്നും ഞാൻ വായിക്കാൻ പാടില്ല. പിന്നീട് എൻ്റെ ശ്രദ്ധ മുഴുവനും വായന എന്നുള്ള സ്ഥിതിക്ക് പോയത് പിന്നെ ഒരു വാശി, ആരെയും കാണിക്കാനോ ഒന്നുമല്ല. ഈ ലോകത്തിലെ കുറേ വലിയ വലിയ എഴുത്തുകാരുടെ പേരൊക്കെ അപ്പോഴേക്ക് ഞാൻ കേട്ട് മനസ്സിലാക്കി. അത് റഷ്യനായാലും ശരി, ജർമ്മനായാലും ശരിയൊക്കെ. അപ്പം അത് ഇംഗ്ലീഷിൽ കിട്ടാവുന്ന മുഴുവൻ ഞാൻ കോളേജിൽ നിന്ന് പിന്നെ ഈ കോഴിക്കോടുള്ള സെൻട്രൽ ലൈബ്രറിയിൽ നിന്നൊക്കെ സംഘടിപ്പിച്ച്, ചുരുക്കി പറയട്ടെ, എനിക്കൊരു 25-26 വയസ്സാകുമ്പോഴേക്ക് എല്ലാവരും പരക്കെ പറയുന്ന വേൾഡ് ക്ലാസിക്കുകളിൽ മിക്കതും വായിക്കാൻ കഴിഞ്ഞു, ഞാൻ വായിച്ചു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വേറൊരു കാര്യമാണ്, അതിൻ്റെ തുടർച്ച വരാൻ വേണ്ടിയാണ്. അപ്പോൾ വായന
രായൻ തിരുവോത്തിന് നന്നായി സഹായിച്ചു. ഒരു രക്ഷിതാവ് എങ്ങനെ ഇടപെടണം എന്നുള്ളതിൻ്റെ ഒരു മാതൃകാപരമായ ഒരു അനുഭവമാണ് പിതാവിൽ നിന്നുണ്ടാകുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ബിരുദം എടുത്ത് ബോട്ടണിയിലാണെന്ന് തോന്നുന്നു. ബോട്ടണില്ല അല്ലേ? മലയാളത്തിലാണ് ബിരുദാനന്തര ബിരുദം എടുത്തിട്ടുള്ളത്. പക്ഷെ ഇംഗ്ലീഷിനോടുള്ള ഈ കൗതുകം എങ്ങനെയായിരിക്കും രൂപപ്പെട്ടിട്ടുണ്ടാകുക എന്നാണ്. അക്കാദമികമായ വഴികളിലൊന്നും ഇംഗ്ലീഷിനെ അങ്ങനെ കണ്ടിട്ടില്ല. അതേസമയം രായൻ തിരുവോത്ത് ധാരാളം പരിഭാഷകൾ നടത്തുകയും ഒക്കെ ചെയ്ത ഒരാൾ എന്നുള്ളതായിരിക്കും ഇംഗ്ലീഷിനോടുള്ള, അന്നത്തെ കാലത്ത് പുസ്തകം വായിക്കാൻ, ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കാനുള്ള ഒരു ശേഷി ഉണ്ടാവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതെങ്ങനെയായിരിക്കും രൂപപ്പെട്ടതെന്ന് അറിയാൻ ഒരു കൗതുകമുണ്ട്. എനിക്ക് 10ാം തരത്തിലെ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ഇംഗ്ലീഷിലാണ്. അതിനൊരു കാരണക്കാരിയുണ്ട്. അന്ന് പിന്നീട് പേരാമ്പ്ര ഹൈസ്കൂളിൻ്റെ പ്രിൻസിപ്പലൊക്കെ അഡ്മിനിസ്ട്രേറ്ററൊക്കെ ആയി മാറിയ EK സൗമന ടീച്ചർ, അത്ര മനോഹരമായി ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറെ കാണാൻ പറ്റും. അങ്ങനെയാണ് ഇംഗ്ലീഷിൽ ആദ്യം തുടങ്ങിയ ഇഷ്ടം. പിന്നെ മലയാളം എന്നുള്ള നിലയ്ക്ക് പേരാമ്പ്ര ഹൈസ്കൂളിൽ നിന്ന് മലയാളം പഠിപ്പിച്ചത് TM കേളപ്പ പണിക്കരാണ്. മലയാള ഭാഷയുടെ അധികാരിയാണ്. മാഷ് പുസ്തകം തുറന്നാൽ ഗദ്യം വായിക്കാനില്ല, ഗദ്യാണെന്നുള്ളത് പദ്യമാണ്. അത് ആശാനെയൊക്കെ ഇങ്ങനെ കോരിയെടുത്തിട്ട് അപ്പം പോലെ നമ്മളെ വായിലേക്ക് ഓരോ വാക്കും, വെറുതെ വാക്കിൻ്റെ ഒരു അർത്ഥം എന്താണ്, കുചേലൻ കുചേലൻ ദരിദ്രൻ അങ്ങനെ പറഞ്ഞ പോലല്ല, അത് വാക്ക് പദം മുറിച്ച്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഒരിക്കൽ പരീക്ഷ ഞാൻ വലുതായതിൻ്റെ ശേഷം 10ാം തരത്തിലെ ഒരു ചോദ്യത്തിലുണ്ടായിരുന്നു, ആനയ്ക്ക് എങ്ങനെ ഗജം എന്ന് പേര് വന്നു. ബാക്കിയെല്ലാം ഉണ്ട്, ഒരു പിടിയും കിട്ടിയില്ല. അന്ന് കേളപ്പണിക്കർ മാഷി ഇവിടെ ഒരു കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ മെല്ലെ മാഷി എടുത്ത് പോയി കണ്ട്, നീ എന്താണ് വന്നത് എന്ന് ചോദിച്ചു. സൂപ്പറല്ല, അങ്ങനെ സംസാരിക്കും. ഞാൻ പറഞ്ഞു, എനിക്ക് ഗജം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കിപ്പോഴും ഒരു സംശയം. ഗജം, ഗമിക്കുന്നത്, പർവ്വതം. പണ്ട് പർവ്വതം ഗമിക്കുമായിരുന്നു, നിനക്കറിയില്ലേ എന്ന് ചോദിച്ചതിനോട്. ഞാൻ പറഞ്ഞു, ഗമ്മിൽ നിന്ന് ജനിച്ചത്, പർവ്വതത്തിൽ നിന്ന് ജനിച്ചത് ഗജം പോരെ എന്ന് ചോദിച്ചു. അങ്ങനെ അർത്ഥം തോന്നുന്ന വാക്കുകളിലൊക്കെ തോട് പൊട്ടിച്ച് ഉള്ളിൽ കിടക്കുന്ന ആ ഭാഗ്യത്തിന് ശേഷം ഞാൻ കോളേജിൽ ചെന്ന്, ഗുരുവായൂരപ്പൻ കോളേജിൽ ചെന്ന് മലയാളം ക്ലാസ്സിലിരിക്കുന്നത് ഏട്ടൻ ഉണ്ണിരാജൻ്റെ ക്ലാസ്സിലാണ്. അതും ഈ പറഞ്ഞ വല്ലാത്തൊരു അനുഭവം. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയ്ക്കും ഞാൻ ഈ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ചെറിയ ചെറിയ നോവലുകൾ, എമിലി സോളൻ്റെ നോവലടക്കം അന്ന് എഴുതിയാൽ വായിച്ചിട്ടുണ്ട്. അന്ന് നമ്മളെ എൻ്റെ പേരിലൊരു കേസൊക്കെ ഉണ്ടായ സമയത്ത് ഞാൻ എൻ്റെ കയ്യിലൊരു പുസ്തകം കണ്ടിട്ട് ഗുജറാത്ത് അയാൾ പൊതുവാൾ വക്കീൽ എന്നോട് ചോദിച്ചു, അതിനടെ പുസ്തകം എന്ന് വെച്ചാൽ അതെങ്ങനെയാണ്. അപ്പോൾ ദാമോദരൻ നമ്പ്യാർ വക്കീൽ പറഞ്ഞു, അതിശരി, നീ ഉണ്ട് ആ പുസ്തകം? ആ പുസ്തകം കൊടുത്തു, ഇത് ഞാൻ വായിച്ചിട്ട് തരാട്ടോ. ഓ ആയിക്കോട്ടെ, എന്നാ ഇതുകൊണ്ട് വായിക്ക് പറഞ്ഞ. അന്ന് എമിലി സോളൻ്റെ പുസ്തകം. അങ്ങനെ ഞാളുണ്ടായിരുന്നെങ്കിൽ ഞാനൊരു ചെറിയൊരാൾ, ഞാൻ പൊതുവാൾ വക്കീലും ദാമോദരൻ വക്കീലൊക്കെ ആരാണ്, അവർ ഇങ്ങോട്ട് എനിക്ക് പുസ്തകം തരാം. അപ്പം അങ്ങനെയുള്ള അറിയാതെ കൊണ്ട് ഞാൻ ചെന്നപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെയാണ്. പിന്നീട് കോളേജ് ക്ലാസ്സുകളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാനുള്ളൊരു അവസരം. അന്നേരമാണ് ഞാൻ ഒരുപാട് കവിതകൾ ഇംഗ്ലീഷുള്ളത് ഞാൻ പഠിക്കാണ്ട് പോലെ പഠിപ്പിക്കാനാവില്ല. അങ്ങനെ പഠിപ്പിക്കാൻ മെനക്കേടുമ്പോഴൊക്കെ എനിക്ക് കിട്ടുന്ന ഒരു പദ്യമാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചുരുക്കി പറയുകയാണ്, ഇപ്പോൾ ഇർവിൻ റൂദർഫോർഡ് ക്ലിയോഡിൻ്റെ ഒരു കവിതയുണ്ട്. കോൺസെൻട്രേഷൻ ക്യാമ്പിലൊക്കെ കിടന്ന് വളരെയേറെ ദുരിതം അനുഭവിച്ച 16 വർഷക്കാലം പീഡനം അനുഭവിച്ചിട്ട് പുറത്ത് വന്ന ഒരു ലേഡി റൈറ്ററാണ് ഇർവിൻ റൂദർഫോർഡ് ക്ലിയോഡ്. ഇവിടെയൊക്കെ പല മീലോഡ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുക, പക്ഷേ ആ ക്ലിയോഡ് എന്നാണ്. അവരുടെ ദ ലാൻഡോഗ് എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. ഞാനത് പഠിപ്പിക്കുന്നതിന് മുമ്പേ അതിനെക്കുറിച്ച് അന്ന് ഇൻ്റർനെറ്റൊന്നുമില്ല, ഞാൻ എവിടെയൊക്കെയാണ് പരിചയം ഇപ്പോൾ എനിക്ക് തന്നെ അറിയണം. ഒക്കെ പഠിച്ചതിന് ശേഷം എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരാൾ റവല്യൂഷൻ ആറ്റിറ്റ്യൂഡ് അതെങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള അവരെഴുതിയ പോലത്തെ ഒരു കവിത, അങ്ങനെ പല കവിതകളും, അതുപോലെ ബ്ലാക്ക് പോയട്രീസ്, അങ്ങനെയൊക്കെ ഉള്ളത് വായിച്ച് ഇംഗ്ലീഷ് നോവലുകളിലേക്ക് ഡസ്റ്റോവസ്കിന, മോപ്പസാങ്ങിന, പിന്നെ അങ്ങനെയുള്ള ആൾക്കാരെ മുഴുവനും അങ്ങ് വായിച്ച് എനിക്ക് അതിലപ്പുറം എനിക്ക് പറയാനായിരുന്നില്ല, വായിച്ചേ പറ്റൂ എനിക്കെന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തി. അതെൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു സാധനമാണ്. അങ്ങനെയാണ്
എഴുത്തും തുടങ്ങിയത്. അത് ഞാൻ പിന്നീട് പറയാം. ആയിക്കോട്ടെ. അല്ല, ഇപ്പൊ ഇതിൽ നമ്മൾ രൂപപ്പെട്ട വഴികൾ ഏതാണ്ട് കൃത്യമായി അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. വായന, അതുപോലെ നമ്മൾ സഹവസിച്ചിരുന്ന ആളുകളുടെ ഒരു പ്രത്യേകത, പിന്നെ പാരമ്പര്യമായി നമുക്ക് കിട്ടിയ ഊർജം, ഇതെല്ലാം നമ്മളെ വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പം അത് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ തന്നെ ഒരു പാഠമായിരിക്കും. വായനയും അങ്ങനെ കുട്ടികളോട് എങ്ങനെ പെരുമാറണം എന്നതിനെ കുറിച്ചുള്ള രക്ഷിതാക്കൾക്കുള്ള ഒരു അനുഭവ പാഠം. ഈ പിതൃത്വത്തിൻ്റെ പറഞ്ഞല്ലേ സഹായം, അതുകൂടി ഒന്ന് സൂചിപ്പിക്കാൻ. അടിയന്തരാവസ്ഥ നിലനിൽക്കുമ്പോൾ സത്യത്തിൽ അടിയന്തരാവസ്ഥയിൽ ഇങ്ങനെ പീഡിപ്പിക്കുന്നുള്ളതെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തോ ആളുകൾക്ക് പിന്നെ അങ്ങനെ സ്വാതന്ത്ര്യം കുറയുന്നൊരു പരിപാടിയാണത്. അതിനെ എതിർക്കണമെന്ന് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഒരു ഇന്ത്യൻ കഴുതയുടെ ആത്മരോധനം എന്ന് പറഞ്ഞൊരു നാടകം എഴുതി. ആ നാടകത്തിൽ ഓണ ദിവസം മഹാബലി വരുന്നേരം അയാൾ മഹാബലി പണ്ടേ കണ്ടിരുന്ന പായിച്ചി എന്ന് പറയുന്ന ഒരു വൃദ്ധ കർഷകൻ ഒരു മെമ്മോറാണ്ടം കൊടുക്കുന്നതും, എന്താ പായിച്ചി സുഖമില്ലെന്ന് ചോദിച്ചു. മകൻ എന്ത് ചെയ്യുന്നു, മകനെങ്ങനെ ആൾക്കാരെ കൊണ്ടുപോയി കൊന്നുകളി എന്നൊക്കെ പറയുമ്പോൾ ഈ പായിച്ചി ബോധം കെട്ട് വീഴുകയാണ്. അത് അയാളെ തലയിൽ, പിന്നെ അയാളെ തലച്ചോറിലാണ്, പായിച്ചിൻ്റെ തലച്ചോറിലാണ് പിന്നെ നാടകം നടക്കുന്നൊക്കെ. ആ നാടകത്തിന് മഹാബലീനെ മേക്കപ്പ് ചെയ്തത് എൻ്റെ അച്ഛനാണ്. അപ്പം ഞാനിങ്ങനെ നാടകം കളിക്കാൻ വേണ്ടി അങ്ങേ പറ്റുന്ന വേറെ ഇത് റൂം എടുക്കാന്നുള്ള സാമ്പത്തിക ശേഷിയില്ല. അങ്ങേ പറ്റുന്ന റിഹേഴ്സലൊക്കെ നടത്തി. അച്ഛന് കുറച്ചൊക്കെ ചിത്രം വരയ്ക്കാനൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ ചെയ്തു തരാം. അപ്പോൾ അതിനുള്ള കിരീടം ഉണ്ടാക്കിയത് അച്ഛനാണ്. ഗിഫ്റ്റ് പേപ്പറൊക്കെ വാങ്ങിക്കൊണ്ട് ഈ കാത് പിടിപ്പിക്കുന്നൊക്കെ കംപ്ലീറ്റ് അച്ഛൻ തന്നെയാണ് മേക്കപ്പ് ചെയ്ത്. പക്ഷെ അതിനകത്തൊരു സങ്കടം, ഞാൻ അച്ഛൻ മേക്കപ്പ് ചെയ്ത് മഹാബലിനെ വെച്ച് നാടകം കളിച്ച് പിന്നീട് 4 ദിവസം അച്ഛൻ ജീവിച്ചിരുന്നു ഹാർട്ട് അറ്റാക്കായിട്ട്. അപ്പം അത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ അപ്പോഴേക്ക് അച്ഛൻ്റെ ഭാഗവതം തുടങ്ങിയ എല്ലാ പുസ്തകങ്ങളും ഞാനെടുത്ത് വേറെ ബൈൻഡ് ചെയ്തൊക്കെ വെച്ചിരുന്നു. സത്യത്തിൽ എൻ്റെ ആദ്യ ഗ്രന്ഥശേഖരം തന്നെ അതാന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതും കൂടി ഒരു പിതാവിൽ നിന്ന് കിട്ടാവുന്ന ഒരു വല്ലാത്തൊരു അനുഗ്രഹം. ഇപ്പം പല ആൾക്കാരും എന്ത് പറഞ്ഞിട്ട് പോലും ഞാൻ നാടകം കളിപ്പിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഒരിക്കലും പോകണ്ടെന്നോ നേരം വൈകി വരുന്നതിനോ ഒന്നും ബാക്കി എല്ലാവരും അച്ഛൻ ചിത്രം അറിയും. പക്ഷേ ഒരിക്കലും എന്നോട് ഇനി നാടകം കളിക്കാൻ പോകണ്ടെന്നോ ഒരിക്കലും ആരോ വന്ന് ഇവനെ ഒന്ന് പ്രസംഗിക്കാൻ വിളിക്കാം, ചെറുതല്ല ഇവനെ ഒന്ന് വെച്ചാൽ. അപ്പോൾ ആന്ന് പറഞ്ഞ് എന്നിട്ട് ഒരു ചൂട്ടും സ്വകാര്യം വെച്ചിട്ട് കൂത്താളിക്ക് അപ്പുറത്തൊരു സ്ഥലത്തേക്ക് എൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി വന്നിട്ട് ഒരാളെന്നോട് സ്വകാര്യം വന്നിരുന്നു, അച്ഛനുണ്ട് കേട്ടോ കേൾക്കാനല്ലേ. അപ്പോഴേക്കും ഒരു വല്ലാത്തൊരു അനുഭവം എനിക്കിത്. ഞാൻ പ്രസംഗം കഴിഞ്ഞ് ഞാൻ താഴെ ഇറങ്ങി. എന്നിട്ട് ഞാൻ ആരൊക്കെ നോക്കി. അപ്പോഴേക്ക് ചൂട്ടും കത്തിച്ച് എൻ്റെ പ്രസംഗം കഴിയേണ്ട അവസ്ഥ ചൂട്ടും കത്തിച്ച് നടന്ന് കൂത്താളിയിൽ നിന്ന് വീട്ടിലേക്ക് നടന്നേ. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മകന് കിട്ടാവുന്ന പിന്നെ അതാണ് വല്ലാത്ത ഒരു മറ്റുള്ളവർക്കും ഒരു പാഠമാണ്. പിന്നെ രാജൻ തിരുവോത്ത് എന്ന് പറയുന്ന പേര് പേരാമ്പ്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു അധ്യാപകൻ, പിന്നെ വൈദ്യരുടെ മകൻ എന്നുള്ളതിൽക്കായിരിക്കും ആദ്യകാലങ്ങളിലൊക്കെ രാജൻ തിരുവോത്ത് എന്ന് പറയുന്ന ആൾ അറിയപ്പെട്ടിരുന്നത്. പിന്നെ അധ്യാപകൻ എന്നുള്ള ആൾക്ക് ഇതാവുന്നു. പക്ഷെ നാടകമായിരുന്നു രാജൻ തിരുവോത്തിനെ കേരളം മുഴുവനോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തേക്കൊക്കെ കൂടുതൽ അറിയപ്പെടുന്നതിൽ സഹായിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാജൻ തിരുവോത്തിൻ്റെ ഇപ്പോഴും രാജൻ തിരുവോത്തിൻ്റെ തറ എന്ന് പറയുന്നത്, നിൽപ്പ് എന്ന് പറയുന്നത്, ഭൂമിക നാടകം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ രാജൻ തിരുവോത്തിൻ്റെ നാടകം ആദ്യം കാണുന്നത് ഞാൻ കാണുന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ. അവിടെ നിന്നാണ് ഞാൻ ആദ്യം നാടകം കാണുന്നത്. അബ്ദുള്ള എന്ന് പറയുന്ന ചെങ്ങോട്ടുകാവിലുള്ള ഒരു ആള് നിങ്ങളെ പട്ടിയെക്കുറിച്ച് ഒരു അന്വേഷണം എന്ന് പറഞ്ഞ നാടകം PVS എരഞ്ഞിക്കലിന് വേണ്ടി ചെയ്തിരുന്നു. അത് സംസ്ഥാന കലോത്സവത്തിൽ അന്ന് 2ാമത് എത്തിയ നാടകമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ വലിയ അക്കാലത്തൊക്കെ നാടകം 1ഉം 2ഉം ഒക്കെ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചർച്ചയാവുന്ന കാലത്താണ്. ഞാൻ ശരിക്കും ആ കുട്ടികൾ കളിച്ചെടുത്തുനിന്നാണ് ഈ നാടകം ശരിക്കും ആദ്യമായിട്ട് കാണുന്നത്. അതൊരു സ്കൂൾ നാടകമായിട്ടാണ് എന്ത് ചെയ്യുന്നത്
അവതരിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ രീതിയിലാണ് പിതാവും ഇതിനെ കുറിച്ചുള്ള അന്വേഷണം ഉണ്ടല്ലോ, മകൻ നഷ്ടപ്പെടുന്നതിനെ കുറിച്ചുള്ള അന്വേഷണവും തമ്പ്രാന്റെ പട്ടിയാണല്ലോ മറ്റതിൽ. ഒരു ഭാഗത്ത് മകൻ നഷ്ടപ്പെടുന്ന ഒരാളുടെ വേവലാതി, വേറൊരാളുടെ പട്ടി നഷ്ടപ്പെട്ടതിനുള്ള ഇത്, അത് വളരെ മനോഹരമായിട്ട് എന്താ പറയുക, ആക്ഷേപഹാസ്യം അല്ല മുനയുള്ള ഹാസ്യത്തിലാണ് അത് അവതരിപ്പിച്ചത്. അവിടെ നിന്നാണ് ഞാൻ ശരിക്കും മാഷിൻ്റെ നാടകം ആദ്യം കാണുന്നത്, ഒരു കുട്ടിയായിരുന്ന കാലത്ത്. അതിപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് വർഷങ്ങളായിട്ടുണ്ടാവും, ഒരു 87, 88 ആ കാലത്തൊക്കെ ആയിരിക്കില്ല, ഏതാണ്ട് ആ കാലത്തല്ലേ നാടകം എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ ആ കാലത്താണ് ഞാൻ കണ്ടത്. പിന്നീട് അതിനുശേഷം ധാരാളം നാടകങ്ങൾ, അതിന് മുമ്പ് എഴുതിയിട്ടുണ്ട് ധാരാളം നാടകങ്ങൾ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അടിയന്തരാവസ്ഥയിലെ നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ നാടകം എഴുതിയതിന് പോലീസ് സ്റ്റേഷനിൽ വരെ പോകേണ്ടി വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നാടകം കളിച്ചെടുത്തുനിന്ന് ധാരാളം എന്താ പറയുക കല്ലേറ് കിട്ടിയിട്ടുണ്ട്. അതെപ്പോഴും അങ്ങനെയാണ്. ഈ നാടകം എന്ന് പറയുന്ന അത് സമൂഹത്തോട് കലഹിക്കുന്ന ഒന്നായതുകൊണ്ട് നാടകകൃത്തിനെയൊക്കെ തിരഞ്ഞ ആളുകൾ വരും, നടനെയും സംവിധായകനെയൊക്കെ തിരഞ്ഞ ആളുകൾ വരും. അപ്പോൾ ഈ നാടകം എന്ന് പറയുന്നൊരു തട്ടകം, അതിപ്പോൾ അച്ഛൻ്റെ ധാരാളം പിന്തുണ കിട്ടിയിട്ടുണ്ട്. ഈ പേരാമ്പ്ര എന്ന് പറയുന്ന ഒരു പ്രദേശവും ഈ അതിൻ്റെ ഒരു വളർച്ചയും, അതിന് തിരുവത്തിൽ മാത്രമല്ലാതെ പേരാമ്പ്രയ്ക്ക് ഒരു നാടക ഇതുണ്ടല്ലോ. അപ്പം അതിൽ എങ്ങനെയാണ് ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു വളർച്ച എന്നറിയുമ്പോൾ ഒരു കൗതുകമുണ്ടോ? പണ്ടേ എനിക്ക് പറഞ്ഞാൽ നാടകം കാണാൻ ഭയങ്കര ഒരു വല്ലാത്തൊരു അഭിനിവേശം തന്നെ. അപ്പം അതുകൊണ്ട് അന്ന് നാടകങ്ങൾ ഇവിടെ ഏറ്റവും കൂടുതൽ റിഹേഴ്സൽ ചെയ്യുന്നതും എഴുതുന്നതും VK ബാലചന്ദ്രൻ. അതെ അതെ. ബാലേട്ടൻ്റെ നാടകം റിഹേഴ്സൽ നടക്കും. ആ റിഹേഴ്സൽ നടക്കുന്ന സ്ഥലത്ത് പോയി നിൽക്കും, ഉള്ളിൽ കയറ്റമൊന്നുമില്ല. അപ്പം ഈ ജനൽ പിടിച്ചിട്ടിങ്ങനെ തൂങ്ങിയിട്ട് ഏണ്ട് നോക്കുക. ഒരിക്കലും ഞാനങ്ങനെ നോക്കിയാലേ ഏതോ ഒരാൾ അവിടെയുള്ള ഒരു സ്കെയിലും ഉണ്ട്, അങ്ങനെ എൻ്റെ കയ്യിൻ്റെ ഇവിടെ ഒരു അടി, എനിക്ക് വല്ലാണ്ട് വേദനയായി. ഞാൻ താഴെ ഇറങ്ങി, പിന്നെ ഞാൻ നടന്നില്ല, ഇറങ്ങി പോരും ചെയ്തു. അന്നേരമൊക്കെ മനസ്സിലുണ്ടാവും ഞാൻ കളിക്കും, ഉറപ്പായിട്ട് ഞാൻ നാടകം കളിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നാടകങ്ങൾ തന്നെ വായിക്കുകയും നാടക സംബന്ധമായ പുസ്തകങ്ങൾ അന്വേഷിച്ച് വായിക്കുക. അതിന് പറ്റിയ ഇപ്പം കാട്ടുമാട നാരായണൻ്റെ നാടകരൂപ ചർച്ച, NM പിള്ളയുടെ നാടക ദർപ്പണം, അങ്ങനെ തുടങ്ങിയ പുസ്തകങ്ങളൊക്കെ കൊണ്ടുവന്ന് വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഇതൊന്നുമല്ല, വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് സാധനമുണ്ട്. പിന്നെ അതിൻ്റെ അന്വേഷണം, ആ പുസ്തകങ്ങളൊക്കെ എവിടെയാണ് കിട്ടുക. അങ്ങനെ ഏറ്റവും ഒടുവിലുള്ള ജോസി ഗ്രറ്റോവിസ്കിയുടെ പൂവർ തിയേറ്റർ വരെ, അല്ലെങ്കിൽ അന്റോണി നാർത്താറിൻ്റെ തിയേറ്റർ ഓഫ് അബ്സേർഡ് വരെയുള്ള ക്രൂവൽറ്റി വരെയുള്ള സാധനങ്ങൾ മുഴുവൻ വായിച്ചപ്പോൾ എനിക്ക് തന്നെ ഒരു മാനസികമായൊരു വയറേറെന്ന് പറയും. അങ്ങനെയാണ് നാടകം എഴുതി, നാടകത്തിന് ആദ്യമായിട്ടൊരു നോട്ടീസ്, ഞാൻ നാടകത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നാടകത്തിൻ്റെ ഒരു നോട്ടീസ് എൻ്റെ ഫോണിലുണ്ട്, അതിൻ്റെ ചിത്രമൊക്കെ. നോട്ടീസ് അടുപ്പിക്കാനൊന്നും പൈസയില്ല. എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ അന്ന് സിഗരറ്റിൻ്റെ പാക്കിൻ്റെ ഉള്ളിൽ ഒരു സാധനം ഉണ്ടാവും, ഒരു കടലാസ് ഇങ്ങനെ മടക്കി വെക്കും. അത് ഇവരെ പീടിയെന്നൊക്കെ വലിച്ചിരുന്ന സിഗരറ്റിൻ്റെ പാക്ക് ഞാൻ പേരാമ്പ്ര ടൗണിൽ നിന്ന് തിരഞ്ഞ് നടന്ന് റോഡിൻ്റെ സൈഡിൽ നിന്ന് എടുത്തിട്ടൊക്കെ ഒരു സഞ്ചിയിലിട്ട് 1000 പാക്കറ്റ് എടുത്തു. അതിൻ്റെ അത് ചിലതിൻ്റെ മുറുക്കാൻ്റെ ഇതൊക്കെ ഉണ്ടാകാൻ അതൊക്കെ ഒഴിവാക്കി ബാക്കി എടുത്ത്, എന്നിട്ട് ഞാനിവിടെ പീപ്പിൾസ് പ്രസ്സിൽ ദാമോദരേട്ടൻ്റെ അടുത്ത് വെച്ച് ഇതൊന്ന് പ്രിൻ്റ് ചെയ്ത് തരും. ഇതും തന്നെയാണ് ഇത്. അപ്പോൾ അയാൾ അങ്ങനത്തെ ഉള്ള ഭയങ്കര കൗതുകമുള്ളതാണ്. ഞാൻ എഴുതി കൊടുത്തു. ഞാൻ കുറച്ച് നേരം ഫോണിൽ കാണിച്ചു തരുന്നുണ്ട്. 1000 നോട്ടീസ്. ആ നോട്ടീസും കൊണ്ട് ഞാനിങ്ങനെ നാടകം കളിക്കുന്നുണ്ടെന്നുള്ള ഒരു പെർമിഷൻ വാങ്ങാൻ പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരാളെ സഹായത്തോടൊക്കെ ഇങ്ങനെ നാടകം കളിക്കുന്നുണ്ടായതുകൊണ്ട് ഒരു പെർമിഷൻ തന്നു. എന്ത് നാടകം എന്നൊക്കെ ചോദിച്ചു SI കണ്ണൂരിട്ട് വെച്ചത് ഞാൻ ഇത് കൊടുത്തു. ഇതെന്തെന്നാ അത്? സിഗരറ്റിൻ്റെ പാക്കറ്റിലാണ്. അതാണ് നോട്ടീസ്. ഇയാൾ ആൾ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ഭീഷണിൻ്റെ സ്ഥലത്തിൽ പിന്നെ ചിരിച്ചു. ആ നോട്ടീസ് ഇവിടെ വെച്ചേരുന്നത്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് വിവരം കിട്ടുന്നത് അക്കാദമിയിൽ ഇത് സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ്. സൂക്ഷിക്കണമല്ലോ, കാരണം വല്ലാത്തൊരു ഇതല്ലേ. അങ്ങനെയാണ് എഴുത്തോലയിൽ എൻ്റെ അടുത്ത നാടകത്തിൻ്റെ നോട്ടീസ് മുഴുവൻ പ്രിൻ്റ് ചെയ്തത്
2000 എഴുത്തോലേൻ്റെ താളിക പോലത്തെ സ്ഥലത്തിൻ്റെ അതും അക്കാലത്ത് വലിയ പുതുമയായിരിക്കും അതൊക്കെ. വലിയ പുതുമയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കളിച്ച് എന്നെ ആദ്യമായിട്ടൊരു മുഴുനീള നാടകം കാണാൻ കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു 7 വയസ്സങ്ങാനുള്ളൂ. എൻ്റെ മൂത്തി എഴുത്തിൻ്റെ ഭർത്താവ്. ആ നാടകത്തിൻ്റെ പേരിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ആരാ കളിപ്പിച്ചെന്ന് ഓർമ്മയില്ല. ഇടതോ വലതോ എന്നാണ് ആ നാടകത്തിൻ്റെ പേര്. ഇവിടെ AUP സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ്. അന്ന് ഉണ്ടായ ഒരു അത്ഭുതം കൂടി പറഞ്ഞുതരാം. ആ നാടകത്തിൻ്റെ രംഗത്തിൽ ഒരു കാമുകരും കാമുകയുണ്ട്. അവർ പിന്നീട് പാർട്ടിയെ ബന്ധപ്പെട്ട് എന്തൊക്കെ ആവുന്നതാണ്. അപ്പോൾ ആ പെൺകുട്ടിയോട് കാമുകൻ വന്ന ഓരോരോ വർത്താനമൊക്കെ പറഞ്ഞ് അവസാനം അയാൾ ഇത് നിനക്ക് വേണ്ടി ഞാൻ വാങ്ങിയാൻ പറഞ്ഞൊരു ബ്ലൗസ് പീസ് കൊടുക്കുന്നു. അവളത് നേർത്ത് വെക്കുന്നുണ്ട്. ആ പുള്ളിയുള്ളൊരു തുണി. പക്ഷെ തൊട്ടടുത്ത സീനിൻ്റെ ഉള്ളിൽ വരുമ്പോൾ അതിൻ്റെ ബ്ലൗസ് ഇട്ടാ വന്നത്. ഞാൻ ആലോചിക്കും ഇവിടെ ആരാ ഒരു ടൈലറിൻ്റെ പിറകിൽ. അപ്പം ആദ്യം ഇതേ തുണി കൊണ്ട് ഒരു ബ്ലൗസ് കൂടി തുന്നിച്ച് കൊണ്ടുവന്നാൽ മതി എന്നുള്ള ബുദ്ധിയൊന്നും അന്നേരം ഇവിടെയില്ല. ഇതാരാണെന്നുള്ള. അപ്പം അങ്ങനെ നാടകത്തിൻ്റെ ഉള്ളിലേക്ക് ക്രമേണ വന്ന് എൻ്റെ പ്രധാനപ്പെട്ട 2 നാടകങ്ങൾ ഞാൻ അങ്ങ് പറഞ്ഞുതരും. ഒന്ന്, മലയാളത്തിൽ ആ കാലത്ത് ഒരു പീരിയഡിൽ പ്രസിദ്ധമായിരുന്ന കുറേ നോവലുകളുണ്ട്. ഖസാക്കിൻ്റെ ഇതിഹാസം, ഉഷ്ണമേഖല, ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി, അങ്ങനെയുള്ള നോവലുകളും പിന്നെ ടി പത്മനാഭൻ്റെ ഷേഖൂട്ടി എന്ന് പറയുന്ന കഥയിലെ നായ, MT വാസുദേവൻ നായരുടെ ഇരുട്ടിൻ്റെ ആത്മാവിലെ വേലായി, ഇവരെല്ലാവരും കൂടി വന്നിട്ട് പത്രവാർത്തകളുടേതായ ഒരു തുരുത്തിൽ M. മുകുന്ദൻ്റെ മയ്യയുടെ തീരങ്ങളിലെ കുഞ്ചക്കൻ എന്ന് പറഞ്ഞ എണ്ണയൊഴിക്കുന്ന കഥാപാത്രം, അയാൾ അതിൽ വഴികാട്ടിയായിട്ട് വരികയാണ്. അവസാനം ആ പത്രത്തിൻ്റെ തുരുത്തിൽ നിന്നിട്ട് അപ്പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ മരണത്തിലേക്ക് പോകാൻ ഒരു ഇത് കാത്തു നിൽക്കുന്നതാണ്. എന്നിട്ട് ഒരു സാന്റിയാഗോ, ഇയാളുടെ നോവലിലെ കഥാപാത്രമായ കിഴവനും കടലിലെ അയാളുടെ കഥാപാത്രത്തോട് വിളിച്ചു വരുന്ന തോണിയൊന്ന് കരക്കടിപ്പിക്കുക, ഞങ്ങൾ അപ്പുറം കിടക്കട്ടെ. അതിന് ഞാൻ പ്രതീക്ഷിക്കാത്ത പ്രശസ്തിയും പത്രങ്ങളും മുഴുവൻ എഴുതി. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് നാടകം എഴുതാൻ അറിയില്ല എന്നുള്ളൊരു. അവിടെ നിന്ന് ഒരു വർഷം കഴിഞ്ഞില്ല നാടക മത്സരത്തിന് വേണ്ടിയിട്ട് അതിനാണ് ഏറ്റവും കൂടുതൽ വല്ലാണ്ട് ഞാൻ ആൾക്കാരെ വേദനിപ്പിച്ചാണ് മാനസികമായിട്ട്. ഒരു നാടകം എഴുതി. ആ നാടകത്തിലൊന്നുമില്ല, അവയവങ്ങൾ വിൽക്കുന്നതാണ്. അതിപ്പം വളരെ ആയി വരുന്നില്ല. ജീവിക്കാൻ ഒരു വഴിയില്ലാതെ വന്നപ്പോൾ ഇപ്പോൾ ഒരു സ്ത്രീക്ക് ഒക്കെ വിൽക്കാനുള്ളത് ഒരു കാല് മാത്രം, വേറൊരാൾക്ക് വിൽക്കാനുള്ളത് കണ്ണാണ്. ഇപ്പം ഇവർ ഈ വിൽക്കുന്ന അവയവങ്ങളൊക്കെ സ്റ്റേജിൻ്റെ പിറകിലുള്ള ഒരു നോക്കുകുത്തിയിൽ ചെന്ന് ചേർന്നിട്ട് അത് തന്നെ ഒരു സാധനമായി മാറുന്നതാണ്. അത് ആ നാടകം കോഴിക്കോട് ടൗൺ ഹാളിൽ സംസ്ഥാന മത്സരത്തിൽ തിരഞ്ഞെടുത്ത് നാടകം അവതരിപ്പിച്ചു. സംഗീതനാടക അക്കാദമി. അതിന് ഒരാൾ എന്നോട് ചോദിച്ചത്, ഇറ്റാ ശുദ്ധ തോന്നിയാസം എഴുതി കൊണ്ടുവന്നിട്ട് ഞാൻ വലിയ നാടക KPP നമ്പൂരിയാണ് ചോദിച്ചത്, ഞാൻ വലിയ നാടകകൃത്ത എന്ന് പറയുന്നതിൽ എന്തർത്ഥമുള്ളത് ചോദിച്ചു. അന്ന് എന്നെ പിന്താങ്ങാൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, ടാജാണ്. ടാജാൻ്റെ ക്ലാസ്മേറ്റ് കൂടിയാണ്. അങ്ങനെ എഴുതിയാൽ ഇപ്പം എന്താ ആകാശം ഇടിഞ്ഞു വീഴുമോ? നാടകം ഇങ്ങനെ എഴുതണം, നിങ്ങളാരുടെയും എഴുതി വെച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് താജെന്ന് ചോദിച്ചു. പക്ഷേ അവിടെ നിന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇന്ത്യ ടുഡേ വീക്കിലിയിൽ ഈ അവയവങ്ങൾ മുറിച്ച് വിൽക്കുന്നതിനെക്കുറിച്ച് ബോംബെയിൽ വെച്ച് നടക്കുന്ന ഒരു ചർച്ചയുടെ സചിത്ര ലേഖനമാണ്. അപ്പോൾ നാട്ടുകാർക്ക് അയാൾക്ക് മനസ്സിലായി അവയവങ്ങൾ വിൽക്കാനിരിക്കുന്നു. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഇംഗ്ലീഷിൽ വന്ന ഒരു പത്രത്തിൽ ദ ഫോർടെല്ലിംഗ് റൈറ്റർ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ്. ഇതൊന്നും പേരാമ്പ്രക്കാർ ഞങ്ങൾക്ക് വേറെ ആരോടും പറയാനുണ്ടായില്ല. ഞാൻ കടലാസൊക്കെ എന്ത് ചെയ്യും, ചുരുട്ടി അന്ന് പുസ്തകം സൂക്ഷിക്കാണ്ടാകെ ഒരു മുരിക്കെട്ടിയാണ്, ആ മുരിക്കെട്ടിയിൽ വെക്കും. അപ്പം അങ്ങനെയൊക്കെ. പിന്നെ എനിക്ക് നാടകത്തോട് വല്ലാത്തൊരു അഭിനിവേശം. ഞാൻ 2 ആഴ്ച മുമ്പ് ഒരു നാടകം എഴുതിയിട്ടുണ്ട്. ഈ പോസ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞ ഒരു പ്രൊഫഷണൽ അല്ലേ? ഞാനത് നമ്മളെ പഴയ കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു. ആർക്കരി വർമ്മോഷൊരു പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. നീലാംബരി രാഗ സാന്ത്വന സുധയായി ആതിരാക്കുളിരിൽ എന്ത് മനോഹര പാട്ടായിരുന്നു. മുഹമ്മദ് ഖായിരുന്നു അത് സംവിധാനം ചെയ്തത്. പിന്നെ നിങ്ങൾ വ്യാസമൗനം പറഞ്ഞിട്ട് വ്യാസം അത് പിന്നെ ഇവിടെ
ഷൊർണൂർ സ്വാതി. ആ സ്വാതി തിയേറ്റേഴ്സ്. അതെ, അതെ. അത് പിന്നെ രാജീവൻ മമ്മിളിയാണ് സംവിധാനം ചെയ്തത്. മഹാഭാരതത്തിലെ ഒരു ചെറിയ ഇതായിരുന്നു. പക്ഷെ അന്ന് തന്നെ അവിടുത്തെ കുറേ ആൾക്കാർ പറഞ്ഞത് ഇതൊന്നും ദഹിക്കാൻ മാത്രം ജനങ്ങൾക്ക് പ്രൊഫഷണൽ നാടക രംഗത്ത് ഇതൊന്നും ദഹിക്കാനുള്ള പ്രാപ്തിയില്ലാതെ പറഞ്ഞ് അവർക്ക് കുറച്ച് ബുക്കിംഗ് എല്ലാം കിട്ടിയില്ല. അതുകൊണ്ട് ആ രംഗത്ത് നിന്ന് പിന്നെ അതുകൊണ്ട് നിന്നില്ല. അതല്ല, ഇത് പ്രൊഫഷണൽ നാടകത്തിന് ഒരു പ്രത്യേക ചേരുവകളൊക്കെ ഉണ്ട്. പിന്നെ അത്തരം ചേരുവകൾ കൂട്ടിച്ചേർത്ത് എഴുതാനുള്ള എന്തോ ഒരു പ്രശ്നം എനിക്കുണ്ട്. പക്ഷേ ഞാൻ നാടകം എഴുതുന്നേരം ഒരുപാട് സമയവും കാലം ആലോചിച്ചിട്ട് ഒരു സാധനം കണ്ടെത്തിയിട്ട് അതിനെ പരമാവധി സമൂഹത്തിനോ ഒക്കെ, അല്ല പ്രത്യക്ഷ രാഷ്ട്രീയമല്ല എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയമല്ല എൻ്റെ വിഷയം. ഇന്ന് ജനങ്ങൾ അനുഭവിക്കുന്ന വർത്തമാനകാല സജീവ പ്രത്യക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു കാര്യം. ചിലപ്പോൾ അത് ഹൈലി ഫിലോസഫിക്കൊക്കെ ആയിപ്പോൾ ഇക്കഴിഞ്ഞ നാടകം എഴുതിയതും കുറച്ച് ഫിലോസഫിക്കാന്ന് ദേവദാസിനറിയാം. പിന്നെ അപ്പം അതൊക്കെ തന്നെ ഒരു എനിക്ക് നാടകത്തോട് ചെയ്യാവുന്നത് ഇതാണ് എന്നുള്ളൊരു ബോധത്തിൻ്റെ പേരിലാണ് ഇത് എഴുതൽ. എഴുതിയാൽ തന്നെ ഞാൻ തന്നെ കുറേ തവണ വായിച്ചു നോക്കും. ഒരു വിശ്വാസമില്ലായ്മ ഉണ്ടല്ല, മാക്സിമം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഈ സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം രാജമാഷ് തുടങ്ങിയിരിക്കുന്നത് കവിത എഴുതി തുടങ്ങിയെന്ന് പറഞ്ഞു, സമീക്ഷ അല്ലേ, അത് തുടങ്ങിയെന്ന് പറഞ്ഞു. പിന്നെ നാടകത്തിലേക്ക് വന്നു. അത് നാടകത്തിൻ്റെ വ്യത്യസ്ത ധാരകളിൽ നിന്നിട്ടുണ്ട്. സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരം അത് ഞാൻ മനസ്സിലാക്കുന്നത് PM താജിന്റെ രചനകളൊക്കെ ഉണ്ടായിരുന്ന കാലത്താണ് മാഷ് അതേ വർഷം അതിൽ സമ്മാനിതനാവുന്നു എന്നുള്ളത് വലിയ നേട്ടമായിട്ട് തന്നെ നമ്മൾ കാണേണ്ടത്. പിന്നെ ഈ സ്കൂൾ നാടകങ്ങളിലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് വന്നു കളിച്ചു എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല. പിന്നെ മറ്റുള്ളവർ എഴുതുന്നതിൽ നിന്ന് അപ്പുറത്തേക്ക് കുറച്ചുകൂടി വ്യത്യസ്തമായ ചില രീതികൾ നാടകത്തിൽ ഉപയോഗിച്ചു എന്നുള്ളതിന്റെ തെളിവാണല്ലോ പത്രം വിൽക്കുന്ന പയ്യൻ എന്ന് പറയുന്ന നാടകത്തിന്റെ ഒക്കെ. പിന്നെ കൊതുകുപുരാണം എന്ന് പറയുന്ന ഒരു സാധനമല്ലേ, കണ്ണിൽ ഇത് ജലത്തിൽ മരിച്ചു കിടക്കുന്ന യുവാവിന്റെ അടയാത്ത കണ്ണിലെ വറ്റാത്ത ജലത്തിൽ പോലും കൊതുകുകൾ മുട്ടയിടുന്നു എന്ന് പറയുന്നത് അല്ലേ, അത് ആയിരുന്നു. പിന്നെ പ്രൊഫഷണൽ നാടകത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നു. അപ്പൊ നാടക മേഖല മാത്രമല്ല, നാടകത്തിന്റെ ചരിത്രം എഴുതുന്നു. നാടക സംബന്ധിയായ ധാരാളം പുസ്തകങ്ങൾ എഴുതുന്നു. 6 പുസ്തകങ്ങൾ എഴുതുന്നു. അതിന് അപ്പുറത്തേക്ക് കടന്ന് നോവലുകൾ എഴുതിയിട്ടുണ്ട്. 4 നോവലുകൾ എഴുതി. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് കടത്തനാട്ട് മാധവിയമ്മയെ കുറിച്ച് ഞാനത് പ്രത്യേകമായിട്ട് പരാമർശിക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു കൗതുകം തോന്നിയത്, ഈ സ്ത്രീകൾ പൊതുവെ അവരുടെ സ്ഥലപ്പേര് വെച്ചിട്ട് ഈ എഴുത്തുകാരായി വരുന്നില്ല എന്നുള്ളൊരു ഇതുണ്ട്. എന്താന്ന് എനിക്കറിയില്ല. അവരുടെ ദേശപ്പേര് അവരുടെ പേരിനോടൊപ്പം ചേർക്കാറില്ല. നാടക നടികൾ എന്നാൽ അങ്ങനെയല്ല, അവരുടെ ദേശപ്പേരിനോട് അവര് തങ്ങളുടെ പേര് കൂടി ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിന്റെ പേര് പറയുമ്പോൾ നമുക്ക് അധികവും പുരുഷന്മാരുടെ മുഖമാണ് ഓർമ്മ വരിക. ഏതൊരു സ്ഥലം പറഞ്ഞാലും അവിടെ നമുക്കൊരു പുരുഷനെയല്ലേ ഓർമ്മ വരിക. പക്ഷേ നാടക നടികൾ ഉള്ളത് കൊണ്ടായിരിക്കണം ചില സ്ഥലപ്പേര് പറഞ്ഞാൽ ഉടനെ നമുക്ക് എന്തുകൊണ്ട് ഇപ്പൊ നമുക്ക് വയലാർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ശരിക്കും ഓർമ്മ വരിക? ഒരു പുരുഷന്റെ മുഖം തന്നെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. വൈലോപ്പിള്ളി എന്ന് പറയുമ്പോഴും നമുക്കത് തന്നെയാണ് വരുന്നത്. ഏതൊരു സ്ഥലത്തിന്റെ പേര് വരുമ്പോഴും നമുക്കൊരു പുരുഷന്റെ മുഖമാണ്. ഒരുപാട് പേരുകൾ നമ്മൾ പറയണ്ട, നമ്മുടെ മനസ്സിലൂടെ കടന്നു വരുന്നുണ്ടല്ലോ ഒക്കെ. എന്നാൽ കടത്തനാട്ട് മാധവിയമ്മ എന്ന് പറഞ്ഞ പേരിൽ തന്നെ അവർ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെ കുറിച്ച് മലയാളത്തിൽ കൂടുതൽ അറിയുന്ന ഇത് മാഷ അതേ കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് പബ്ലിഷേഴ്സിന് വേണ്ടിയിട്ട്. ഒരിക്കലും ചിന്തയിൽ നിന്ന് ഇങ്ങനെ വിളിച്ച് ചോദിച്ചു, കടത്തനാട്ട് മാധവിയമ്മയെ കുറിച്ച് ഒരു പുസ്തകം ഇറക്കണമെന്നുണ്ട്, എഴുതി തരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനൊന്ന് ശ്രമിച്ച് നോക്കാം. പിന്നീട് മാധവിയമ്മ എഴുതിയ കവിതകൾ, അവരുടെ നോവലുകൾ ഒക്കെ ഔട്ട് ഓഫ് പ്രിൻ്റാണ്. അപ്പം അതിൻ്റെ അന്വേഷിച്ച അവരുടെ കുടുംബത്തിൽ ചില ആൾക്കാരോട് ഞാൻ ചോദിച്ചു നോക്കാം. അപ്പോൾ അവർക്കാർക്കും അതിനെക്കുറിച്ച് വലിയൊരു എനിക്കത് ഒരു കോപ്പി തന്ന് സഹായിക്കുമെന്നൊക്കെ ചോദിച്ചിരുന്നു, കിട്ടിയില്ല പോട്ടെ. പിന്നെ ഞാൻ നിരന്തരമായി അന്വേഷിച്ച അവസാനം താമരശ്ശേരി ലൈബ്രറിയിൽ നിന്നാണ് എനിക്ക് അവരുടെ പയ്യം വള്ളിച്ചന്തുവും സച്ചോളിയോദയൻ അങ്ങനെ തുടങ്ങിയ പുസ്തകങ്ങളൊക്കെയും പിന്നെ അവരുടെ കവിതകളുടെ സമാഹാരമൊക്കെ കിട്ടി. അതെല്ലാം കൂടി ഒന്നിച്ച് വാങ്ങിക്കൊണ്ടുപോയി. പിന്നെ അതിൻ്റെ മുകളിൽ അടയിരിക്കുക എന്ന് പറഞ്ഞവരെ ഇരുന്ന്
സവിസ്തരം പഠിച്ച് പിന്നെ അവരുടെ കുടുംബ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ മതി. അത് ഞാൻ അവരുടെ ഒരു അകന്ന ബന്ധുവാണെങ്കിൽ പോലും പിന്നെ കുറേ കാര്യങ്ങൾ അവരുടെ കുടുംബയെ ബന്ധപ്പെട്ട് കോളിയോട്ട് മാധവേട്ടൻ അറിയാം. മാധവേട്ടനോടൊക്കെ ചോദിച്ചു ഞാൻ വീണ്ടും അത് സത്യമാണോ അല്ലയോ പറഞ്ഞു കേട്ട കഥയാണ് നമ്മൾ എഴുതുന്നല്ലേ, അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് മാധവമ്മയുടെ സവിസ്തരം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു സാധനം എഴുതിയത്. ആ പുസ്തകത്തിൽ ഇവർക്ക് ചിന്ത തന്നെ പറഞ്ഞിട്ടുണ്ട്, കംപ്ലീറ്റ് തീർന്നുപോയി ആ പുസ്തകം. വളരെ ആളുകൾക്ക് താല്പര്യമുള്ള ഒന്നാണല്ലോ, അവരെ കുറിച്ച് അറിയാനുള്ള അതുകൊണ്ട് കൂടുതൽ ലഭ്യവുമല്ല. അതുപോലെയാണ് മാധവിക്കുട്ടിയെക്കുറിച്ച് ഇപ്പോഴാണ് ഒരുപാട് ആൾക്കാർ പുസ്തകം എഴുതിയത്. മാധവിക്കുട്ടിയുടെ പുസ്തകങ്ങൾ ഞാൻ അവരുടെ ഇംഗ്ലീഷിലുള്ള പുസ്തകങ്ങളും ദി ആൽഫബറ്റ് ഓഫ് ലസ്റ്റ് എന്ന് പറഞ്ഞ സാധനം, അതുപോലെ അങ്ങനെയുള്ള എല്ലാം വായിച്ച് എനിക്ക് തോന്നി മാധവിക്കുട്ടിയെ എല്ലാവരും ചീത്ത പറയുന്നൊക്കെ ഉണ്ട്. മാധവിക്കുട്ടിയുടെ പ്രണയം എന്ന് പറയുന്നത് നമ്മൾ ഈ സാധാരണക്കാർ പറയുന്ന ലൈംഗിക ആസക്തിയുള്ള പ്രണയമല്ലത്. അത് അവർക്ക് കൃഷ്ണനോടാണ്. അങ്ങനെ വല്ലാത്ത ഭക്തമീറയെ പറ്റിയൊരു സങ്കല്പമുണ്ട് അവർക്ക്. അങ്ങനെ വെച്ചുകൊണ്ട് ഞാൻ പുസ്തകം എന്ന് പറഞ്ഞിട്ട് വലിയൊരു സാധനം എഴുതി അടച്ചു. അപ്പം ഞാൻ മാതൃഭൂമിയിൽ ഒരാളോട് ഒരു പരിചയക്കാരൻ മുഖേന ചോദിച്ചേക്കാരും പറഞ്ഞു, ഓ ഷീസ് അറ്റ് ലോ ഫ്ലോയിങ് എന്ന് എന്നോട്. ഷീസ് അറ്റ് ലോ എബ് ഫ്ലോയിങ്. മാധവിക്കുട്ടി അത്ര പ്രശസ്തിയല്ല ഇപ്പം, നിലവാരത്തില്ല, വേണ്ടെന്ന്. അപ്പം വേറെ ആരോടാനും വേറെ ഏതൊരു വിക്രിയോട് ചോദിച്ചു, അപ്പോൾ ആരും തയ്യാറില്ല. ഞാനത് അടച്ചു. ഏതായാലും ഞാൻ എഴുതി, ഞാൻ പഠിച്ചു. അങ്ങനെയാണ് KT ജലീൽ ഈ മത്സരിക്കുന്ന സമയത്ത് ഉള്ള എന്തൊക്കെയോ ഇതൊക്കെ ആക്കുമ്പോൾ അവരെ ഇൻ്റർവ്യൂ ചെയ്യുന്നു ഏതോ ഒരാൾ TV. അപ്പോൾ അതിൽ അവർ പറയുന്നത്, അയ്യോ ആ കുട്ടി നല്ലൊരു കുട്ടിയാണ്, നല്ലോണം വായിക്കുകയൊക്കെ ചെയ്യുന്ന വിവരമുള്ള കുട്ടി, എനിക്കറിയാം ആ കുട്ടിയെ, അതിനെ ആരും കൊന്നു കളിയലായിക്കല്ലോ എന്നൊക്കെ പറഞ്ഞു. അന്നേരം ഞാൻ ആ നിമിഷം ഞാൻ ദേശാമനിയിലേക്ക് വിളിച്ചിട്ട് അവരെ അഡ്രസ്സ് അവർ അന്നേരം തന്നെ കിട്ടി. ഞാൻ ഈ സാധനത്തിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്തുകൂടെ വെച്ച് മറ്റൊരു കവറിലിട്ടിട്ട് അവർക്ക് അയച്ചിട്ട് അതിലൊരു കത്തും, നിങ്ങളെക്കുറിച്ച് എഴുതിയതാണ്, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. എന്നോട് ഇതാരും പ്രസിദ്ധീകരിക്കാൻ വാങ്ങിയിട്ടൊന്നുമില്ല, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്, അതുകൊണ്ട് നിങ്ങൾ വായിച്ചു എന്നുള്ളതിന് എനിക്കൊരു കാർഡെങ്കിലും അയക്കണം, എൻ്റെ അഡ്രസ്സ് തന്നു. ഞാനൊരു വ്യാഴാഴ്ചയാണ് ഇത് അയക്കുന്നത്, വ്യാഴവും വെള്ളി. തിങ്കളാഴ്ച ഒരു 11 മണിയാകുമ്പോൾ ഒരു ഫോൺ കോൾ, വീട്ടിലേക്കാണ് ഫോൺ കോൾ വന്നത്. രാജൻ ഇവിടെ ഇല്ലേന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഭാര്യ ഫോണെടുത്ത് എന്തോ ഒരു പരിചയമുള്ള ശബ്ദം തോന്നി. ആരായിരുന്നു എന്ന് ചോദിച്ചു. ഇവിടെ ഉണ്ട്, കുറച്ചപ്പുറത്ത് നിൽക്കുന്നുണ്ട്, വിളിക്കാം. രാജനെ ഒന്ന് വിളിക്കുന്നു ചോദിച്ചു. ഇത് ആരാന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞാനാ മാധവിക്കുട്ടിയെന്ന്. ഇവളാകപ്പെടെ വേർച്ചു എന്നെ വിളിച്ചു, മാധവിക്കുട്ടി വിളിക്കുന്നത്. എൻ്റെ രാജ പറഞ്ഞിട്ട് പിന്നെ ഞാനിത് വായിച്ചു. അവർ പറഞ്ഞു, എന്നെ ഇത്ര ആഴത്തിൽ ഇംഗ്ലീഷ് എഴുത്തുകാർ പോലും ആക്കിയിട്ടില്ല, എൻ്റെ ഇതിൽ അങ്ങനെ കണ്ടെത്തിയിട്ടില്ല. ഞാനതെൻ്റെ മകന് കൊടുത്തു, മോനൂന് കൊടുത്തു. അവനും വായിച്ചിട്ട് പറഞ്ഞത്, അമ്മയെ സവിസ്തരം പഠിച്ചാണല്ലോ ഇത്. അന്നേരം തന്നെ ഇത് പുസ്തകമാക്കാൻ വേറെ കൊടുക്കുന്നു. ഇത് എന്തിലാണ് സമകാലിക മലയാളത്തിൽ 2 ലക്കത്തിലാക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ ഒരു കോപ്പി അങ്ങോട്ടും കൊടുത്തിരിക്കുന്നുണ്ട്. ആ പുസ്തകം പ്രസിദ്ധീകരിച്ച അവരാണ്. അവരെ ഇതിൽ പിന്നെ റോമിൽ വെച്ച് എറണാകുളത്ത് അവർ തന്നെ പ്രകാശനം ചെയ്തു. എന്നിട്ട് സാറാ ജോസഫ് പേരാമ്പ്രയ്ക്ക് എന്തോ ഒരു ആവശ്യത്തിന് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ സാറാ ജോസഫിനെ വിളിച്ചു പറഞ്ഞു. അങ്ങനെയൊക്കെ ആക്കിയിട്ട് സാറാ ജോസഫിനെ അവർ വിളിച്ചു എന്നാണ് എൻ്റെ സംഘാടകർ എന്നോട് പറഞ്ഞത്. അവർ വേഗം വന്നപാട് ചോദിച്ച് എങ്ങനെയാണ് പുസ്തകം ഉണ്ടല്ലോ ഇത് ചെയ്യേണ്ടത്. അപ്പം പേരാമ്പ്ര കമ്മ്യൂണിറ്റി ഹാൾ ഗ്രൗണ്ടിൽ അവരും പ്രകാശനം ചെയ്തു. അതിനെക്കുറിച്ച് അതൊരു നല്ല പുസ്തകമായിട്ടാണ് എല്ലാ ആളുകളും, എൻ്റെ വിമർശകരും മുഴുവനും പറഞ്ഞു. മാധവിക്കുട്ടി എന്നെ പിന്നെ ചോദിച്ചു, രാജനത് ലേശോടി വലുതായിക്കൂടായിരുന്നോ, എൻ്റെ കുറേ കഥകളുടെ അംശം. ഞാൻ പറഞ്ഞ അങ്ങനെ ആകുമ്പോൾ എന്തായിപ്പോ, ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ഇത് ചോർന്നു പോകും. അയ്യൊരു അനുഭവം ഇപ്പം മാഷ് അറിയാലോ, എൻ്റെ ഏറ്റവും പുതിയ നാടകം ഇപ്പം ഒരു നൃത്ത നാടകം. അത് മഹാഭാരതത്തിലെ ദ്രൗപദീനെ പുതിയ ദ്രൗപദിയാക്കി അവതരിപ്പിക്കുക, 22 പാട്ടൊക്കെ ഉള്ള. അതിൽ ഞാൻ വന്ന് അഭിനയിച്ചേരാ എന്ന് ഒരു ചലച്ചിത്ര താരം പറഞ്ഞ, അവരെടുത്ത് കൊണ്ടുപോയി ഒരാൾ വായിക്കാൻ കൊടുത്ത, നിങ്ങളിത് നാടകമാക്കുകയാണെങ്കിൽ അതിൽ ദ്രൗപദിയായിട്ട് ഞാൻ അഭിനയിച്ചോളാം. അത് സോന നായരാണ്.
അപ്പോൾ അവരിപ്പോൾ ഇന്നും അവിടെ റിഹേഴ്സൽ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില അനുഗ്രഹങ്ങൾ. ചിലതല്ല, അത് വലിയ വലിയ അനുഗ്രഹം തന്നെയാണ്. അത് ചെറിയ അനുഗ്രഹമാണോ അതൊക്കെ? അത് വലിയ വലിയ അനുഗ്രഹങ്ങളാണ്. അപ്പോൾ ഞാനത് പറഞ്ഞു വന്ന അതാണ്, നിങ്ങളെ ഈ എല്ലാ വഴിയിലും ഇങ്ങനെ അടയാളപ്പെടുത്തുകയാണ്. അവിടെയൊക്കെ എന്തുണ്ട്, എൻ്റെതായ കയ്യൊപ്പ് ചാർത്തുന്നുണ്ട്. ഏറ്റവും പുതിയ കാലത്ത് രായൻ തിരുവോത്ത് മാഷ് എങ്ങനെയാണെന്നറിയോ അറിയുന്നത്? എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ അപ്പുറത്ത് പോയി ആ ഒരു IAS പരിശീലകൻ എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് അത് വേറൊരു തരത്തിലേക്ക് വളർന്നു. അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ എടുക്കണമെങ്കിൽ ഒരാൾക്ക് എത്ര ജ്ഞാനം ഉണ്ടാവണം എന്നുള്ളൊരു ഇതുണ്ടല്ലോ, എത്ര പുസ്തകങ്ങളുമായിട്ട് അയാൾ സഹവസിച്ചിട്ടുണ്ടാവണം, സംവദിച്ചിട്ടുണ്ടാവണം എന്നുള്ളതൊന്നുണ്ടല്ലോ. പുതിയ കാലത്ത് IAS മലയാളം എന്നാണ് നേരത്തെ മാഷ് എന്നോട് പറഞ്ഞല്ലോ, മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ട് IAS മലയാളം എന്നുള്ളത്. മലയാളത്തിൻ്റെ ഭാഷ, കവിത ഇതെല്ലാം കൂടി ഒന്നൊരു സമഗ്ര ചരിത്രത്തിലൂടെ ഇങ്ങനെ പോവുകയല്ലേ. അപ്പം അത് IAS മലയാളം എന്ന നിലയിൽ ആളുകൾ അത് പഠിക്കാൻ എടുക്കുന്നു. അത് ഈ ബംഗാള് നിങ്ങളെ കുറേ പ്രവർത്തനങ്ങൾ സജീവമായി വന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ യാദൃച്ഛികമായിട്ട് എനിക്കിപ്പോൾ മനസ്സിൽ വന്നതാണ്, മലയാളികൾ ബംഗാളുമായിട്ട് പണ്ട് മുതലേ വലിയ അടുപ്പമുണ്ട്. ഇപ്പം നമ്മൾ ബംഗാളി മലയാളി എന്നൊക്കെ പറയുന്നത് ട്രോളായിട്ട് ആണ്. പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല, വലിയ സാഹിത്യ ബന്ധം തന്നെ ആയിരുന്നില്ലേ ബംഗാളിൻ്റെ കേരളമൊക്കെ ഇതിലുണ്ടായിരുന്നത്. ഒരുപാട് ബംഗാളിലെ ധാരാളം സാഹിത്യ രൂപങ്ങൾ മലയാളത്തിലേക്ക് ആളുകൾ കൊണ്ടുവന്ന് വിവർത്തനം ചെയ്യുന്നതിൽ, വായിക്കുന്നതിൽ. ഇപ്പോൾ സാംബശിവന്റെ എത്ര കഥാപ്രസംഗങ്ങൾ ബംഗാളി സാഹിത്യകാരന്മാരോട് എന്തോ വല്ലാത്തൊരു ആരാധന മലയാളിക്ക് ഉണ്ടായിരുന്നു. ഇപ്പോഴും ധാരാളം ബംഗാളുമായി ബന്ധപ്പെട്ട എഴുത്തുകൾ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഗണേഷിന്റെ വങ്ക എന്ന് പറഞ്ഞൊരു നോവല്, അതുപോലെ സുസ്മേഷ് ചന്ദ്രോത്തിന്റെ കൂടുതൽ ഇത് വരുന്നത്. അതെ. അപ്പൊ മാഷക്ക് എന്താണ് ഈ ബംഗാളുമായിട്ടുള്ള കൂടുതൽ ഇതിൽ പലപ്പോഴും ഞാൻ ഫേസ്ബുക്കിലും ഇതിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്, അത് സാഹിത്യത്തിന്റെ പുതിയൊരു ഇന്ന് ബംഗാളികൾ പറയുന്നത് നാളെ മലയാളികൾ പറയും എന്നൊരു ചൊല്ലുണ്ട്. ബംഗാളിലേക്ക് ഞാൻ ആദ്യമായിട്ട് എത്തുന്നത് എൻ്റെ മോളെ ഭർത്താവും മോളും അവിടെ ബംഗാളിൽ ജോലി ആയപ്പോഴാണ്. അപ്പോൾ ഞാൻ ഈ സിവിൽ സർവീസിന് ക്ലാസ് എടുക്കാൻ തുടങ്ങിയത് ഒരു വല്ലാത്ത അവസ്ഥയിൽ അങ്ങ് ചെന്ന് പെട്ടതാണ്. അപ്പോൾ അതിൽ അവരുടെ ഓപ്ഷണൽ ലിറ്ററേച്ചർ മലയാളം വരുന്നത് ഞാൻ എടുത്തു തുടങ്ങി. ഇപ്പോൾ 10-22 വർഷമായില്ല. ഒരുപാട് കുട്ടികൾ ഞാൻ മാത്രം പഠിപ്പിച്ചിട്ട് ഈ IAS IPS ഒക്കെ കിട്ടിയ ഒരുപാട് കുട്ടികളുണ്ട്. വണ്ടർഫുൾ. ഇതാ ലേറ്റസ്റ്റ് നമ്മുടെ നാട്ടിലെ ഒരു കുട്ടിക്കാണ് കിട്ടിയത്, ഈ ചക്കട്ടവാറുള്ള. ഞാൻ മലയാള സാഹിത്യത്തിൻ്റെ ഞാൻ പരമാവധി എനിക്കറിയാവുന്ന ഇതെല്ലാം ആക്കി തിരഞ്ഞെടുത്ത് അവരെ ആ പരീക്ഷ ടൈപ്പിൽ പഠിപ്പിച്ചിട്ട് ഇൻ്റർവ്യൂവിന് എങ്ങനെയാണ് മലയാളത്തിന് നിങ്ങൾ ഹാജരാകേണ്ടത് നടക്കുള്ളത് ഞാൻ പഠിപ്പിച്ചിട്ടാണ് വിടുന്നത്. എൻ്റെ ഫസ്റ്റ് ബാച്ചിൽ തന്നെ ഉണ്ടായിരുന്നത് ഒരു കുട്ടിയാണ് എൻ്റെ മോളെ കല്യാണം കഴിച്ചത്. അയാളിപ്പം ബംഗാൾ സൗത്ത് ദിനാജ്പൂർ ഡിസ്ട്രിക്റ്റിൻ്റെ കളക്ടറാണ്. അപ്പോൾ അയാൾ ഇടയ്ക്ക് എന്നോട് പറയും, 1-2 മാസം 1 മാസമായി ഒന്ന് ഇവിടെ വന്ന് നിൽക്കുക. അങ്ങനെ ചെന്നാൽ ഉള്ളൊരു ഗുണം, അയാളുടെ വാഹനത്തിൽ എന്നെ കൂട്ടിക്കൊണ്ടുപോകും ഈ സാഹിത്യമായി ബംഗാളിലുള്ള എല്ലാ സ്ഥലത്തും, നോർത്ത് ബംഗാൾ, വെസ്റ്റ് ബംഗാൾ, സൗത്ത് ബംഗാൾ, എല്ലാ ബംഗാളിലും പോയി അവിടെയൊക്കെയുള്ള പ്രധാനപ്പെട്ട അവിടുത്തെ മലയാളി അസോസിയേഷൻ മുഴുവൻ. അങ്ങനെയാണ് അവിടെ വെച്ച് ഞാൻ സുസ്മേഷ് ചന്ദ്രത്തിനെ കാണുന്നതും. ഇപ്പം എൻ്റെ ഉറ്റ ഫ്രണ്ടാണ്, ആഴ്ചയ്ക്ക് 2 തവണയെങ്കിലും വിളിക്കുന്ന നല്ല എഴുത്തുകാരൻ. കൽക്കട്ടയിലൊക്കെ താമസിക്കുന്നത്. പിന്നെ ഈ സന്തോഷ് കുമാർ കൽക്കട്ടയിലാണ്. പിന്നെ ഞാനവിടെ ഉള്ളപ്പോൾ തന്നെ സക്കറിയ വന്ന് പങ്കെടുക്കുന്ന, അങ്ങനത്തെ മലയാളത്തിലെ വലിയ വലിയ എഴുത്തുകാരൊക്കെ അവിടെ വന്ന് പങ്കെടുക്കുകയും അവരൊക്കെ ആയിട്ടൊന്ന് സംവദിക്കാനുള്ള അവസരം കിട്ടുകയൊക്കെ ചെയ്തിരിക്കുക. അങ്ങനെയാണ് എനിക്ക് ഏറ്റവും ഒടുവിൽ ഞാൻ ചെന്നപ്പോൾ ഇന്ത്യയിലെ 2ാമത്തെ ഒരു സാധനമാണ് ദ ബ്ലാക്ക് തിയേറ്റർ. അത് ഞാൻ പറഞ്ഞ എൻ്റെ മോളെ ഭർത്താവ് ഭരിക്കുന്ന ജില്ലയിൽ എത്രയോ കോടിക്കണക്കിന് ഉറുപ്പിക ചിലവാക്കിയ ഒരു സാധനമാണ്. ആരും ഉപയോഗിക്കാണ്ട് ഇങ്ങനെ ഇട്ടിട്ട്. ഇപ്പോൾ ഇയാളവിടെ ചെന്ന് ചാർജ് എടുത്തി ഉടനെ ആരോ പറഞ്ഞു ഇങ്ങനൊരു സംഭവമുണ്ട്. അത് മുഴുവനും പുനരുദ്ധാരണം നടത്തി അത് സഫ്ദർ ഹാഷ്മിൻ്റെ ഒരു വാർഷികമാണെന്ന് കൊണ്ടാടി പിന്നെ ഒരു ബാദൽ സർക്കാരിൻ്റെ ഒരു നാടകം കളിച്ചു. ആ നാടകം ഉദ്ഘാടനം ചെയ്ത ഞാനാണ്. ഇവർക്ക് സഫ്ദർ ഹാഷ്മിയെക്കുറിച്ച് ആ തിയേറ്ററിൽ ഏതാണ്ട് 600 ആൾക്കാർക്ക് ഇരുന്നുള്ളൂ. അപ്പോൾ ആൾക്കാർ സംഘാടകർ വന്നിട്ട് എന്നോട് ചോദിച്ചു എങ്ങനെയാണ് പ്രസംഗിക്കാൻ അറിയില്ല. ഞാൻ പറഞ്ഞു ഞാൻ പ്രസംഗിക്കാൻ പോകുന്നതിൻ്റെ പോയിൻസൊക്കെ ഞാൻ ഇംഗ്ലീഷ് എഴുതിയൊക്കെ തരാം, നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ബംഗാളിയിൽ കൊടുക്കുക.
അങ്ങനെ കൊടുത്തു. ശേഷം എൻ്റെ 3 നാടകം അവിടെ കളിച്ചു. ലേറ്റസ്റ്റ് കളിച്ച ഒരു 4 മാസം മുമ്പ് എൻ്റെ ചൂണ്ട എന്ന് പറഞ്ഞ നാടകം ബംഗാളികൾക്ക് ഇപ്പോൾ നാടകത്തിന് ആവശ്യപ്പെട്ടിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് എന്താ പറയണ്ടേ, മലയാളികളോടുള്ളതുപോലെ തന്നെ ബംഗാളികളോടുള്ള രമേശ് മാഷ് പറഞ്ഞ പോലെ എനിക്ക് വല്ലാത്തൊരു മാനസിക അടുപ്പമുണ്ടല്ലോ. അതുമാത്രമല്ല, എനിക്ക് എൻ്റെ രചനയ്ക്ക് പോലും ഈ എൻ്റെ ഏറ്റവും പുതുതായിട്ട് പൂർണ്ണ പ്രസിദ്ധീകരിച്ച പാഗൽ ഗാച്ചും കോമാളി വിഷ്ണുവും എന്ന് പറഞ്ഞ ചെറുകഥാ സമാഹാരമുണ്ട്. അതിലെ പാഗൽ ഗാച്ച് എന്ന് പറഞ്ഞാൽ പ്രാന്തന്മാരാണ്. അത് ബംഗാളിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ എന്താ പ്രാന്തൻ മരം എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ മരങ്ങൾക്കും ഇപ്പം പ്ലാവുകൾ, എന്ത് പ്ലാവായാലും ശരി, പ്ലാവിൻ്റെ ഇലയ്ക്ക് ഒരു നിശ്ചിത ഷേപ്പുണ്ട്. ചക്കയ്ക്ക് ഷേപ്പുണ്ട്. ചിലപ്പം ചെറുപ്പം വലുപ്പം ഉണ്ടാകുന്നുള്ളൂ. അങ്ങനെ എല്ലാ മരങ്ങൾക്കും. പക്ഷേ ഈ മരത്തിന് ഓരോ ഇലയ്ക്കും ഓരോ ഷേപ്പാണ്, ഓരോ പൂവിനും ഓരോരോ ഷേപ്പും നിറവുമാണ്, ഓരോ കായ്ക്കും ഇങ്ങനെയാണ്. അപ്പം അതാണ് പ്രാന്തൻ മരം എന്ന് അവർ പറയുന്ന പാഗൽ പ്രാന്ത് ഗാച്ച് മരം. അങ്ങനെയാണ് ഒരിക്കൽ ഞാൻ ആ ബൊട്ടാണിക്കൽ ഗാർഡനിൽ എന്നെ കാണാൻ കൂട്ടിക്കൊണ്ട്, പിന്നെ നാഷണൽ ലൈബ്രറീൻ്റെ മുറ്റത്തുണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മളെ മലയാളിയായ കൊച്ചി എന്ന് പറഞ്ഞാൽ അന്ന് നാഷണൽ ലൈബ്രറീൻ്റെ പ്രധാനപ്പെട്ട ലൈബ്രറി. അയാൾ ചോദിച്ചു, മാഷക്ക് ഇത് അറിയാമെന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞത്. അപ്പം അത് ഇനി ഒരു കഥാപാത്രമാക്കിക്കൊണ്ട് ട്രാൻസ്ജെൻഡർ ആയ ഒരു സ്ത്രീ അവസാനം എൻ്റെ മുകളിൽ ചെന്നിട്ട് സൂയിസൈഡ് ചെയ്യുന്നതായിട്ട്, അതാണ് പാഗൽ ഗാച്ചും കോമാളി വിഷ്ണു. അപ്പോൾ അതൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു ബംഗാളുമായിട്ട് നമുക്കുള്ള എന്തോ ഒരു ബന്ധമാണ്. ഇനിയിപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള വേറൊരു ചോദ്യം, അതപ്പോൾ ഏതാണ്ട് അതിൻ്റെ നമ്മുടെ ചോദ്യത്തിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. അതായത് സാഹിത്യകാരൻ എന്നുള്ള നിലക്ക്, അധ്യാപകൻ എന്നുള്ള നിലക്ക്, അതുപോലെ ഈ ഞാൻ കാണുന്ന സമയത്ത് ഈ ഒരു ആയുർവേദ മരുന്ന് ഷാപ്പ്, അച്ഛൻ്റെ സ്മരണയിൽ ആയുർവേദ മരുന്ന് ഷാപ്പിലും കൂടി ഇരിക്കുന്ന രാജൻ തിരുവോത്തിനെയും ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ കവിയായിട്ടുണ്ട്, പരിഭാഷകനായിട്ടുണ്ട്, നോവലിസ്റ്റായിട്ടുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലും ഇങ്ങനെ പോയപ്പോൾ എൻ്റെ പുസ്തക ശേഖരത്തിലുള്ള രാജൻ തിരുവോത്തിൻ്റെ വേറിട്ടൊരു പുസ്തകം എന്നുള്ള നിലക്ക് ഈ ഗാന്ധിയുടെ കുറിച്ചുള്ള മാതൃഭൂമി ബുക്സാണോ അത് പ്രസിദ്ധീകരിച്ച് എന്താണ് ഹിന്ദുമതം, അങ്ങനെ ഒരു പുസ്തകം വരുന്നുണ്ട്. ഒരു പക്ഷേ വർത്തമാനകാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരാശയം ആണെന്ത്, ഗാന്ധി. ഹിന്ദുമതത്തെക്കുറിച്ച് ഗാന്ധിക്ക് വളരെ വ്യത്യസ്തമായ എന്നുവെച്ചാൽ ഇനിയും വായിക്കപ്പെടേണ്ട തരത്തിലുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പുസ്തകം എഴുതാനുണ്ടായ ഒരു സാഹചര്യവും അതിൻ്റെ ഒരു ആധുനിക കാലത്തുള്ള സാധ്യതയും ഒക്കെ. ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഗാന്ധിജിയോട് എന്തെന്നില്ലാത്തൊരു താല്പര്യമാണ്. അതുകൊണ്ട് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട എന്ത് കണ്ടാലും ശരി, അന്നേരം എനിക്ക് വായിക്കാൻ കിട്ടിയില്ല, ഞാനത് വാങ്ങിയിട്ടുണ്ട്. കുറച്ച് സമയം എടുത്തിട്ട് ആദ്യം വായിച്ചതിൻ്റെ ഒക്കെ നോട്ട്സ് എടുത്തതിൻ്റെ അപ്പുറം ഇതുകൂടി വായിച്ച നോട്ട്സ് ഒരുപാട് കിട്ടും. അത് കഴിഞ്ഞ് ഗാന്ധിജി എൻ്റെ 3 നാടകത്തിലെ കഥാപാത്രങ്ങൾ കൂടിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ സനാതന ഹിന്ദു, സനാതനി ഹിന്ദു, അങ്ങനെയുള്ള 2 കാര്യത്തെ. പിന്നെ ഗാന്ധിജി പറഞ്ഞു പോയ അതൊക്കെ എനിക്ക് ഗാന്ധിജിയുടെ വല്ലാണ്ടൊരു ഇത് വന്നത്. ഇപ്പം നമ്മൾ മോറലിൻ്റെ വിപരീതം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും ഇമ്മോറൽ എന്നാണ്. പക്ഷേ മോറലിൻ്റെയും ഇമ്മോറലിൻ്റെയും നടുക്കൊരു വാക്കുണ്ട്. ആ വാക്ക് എന്താണെന്ന് ഗാന്ധിജി ഒരിക്കലും ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത അത് അമോറലാണ്. ഇപ്പോൾ ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു വാക്കുണ്ടോ, അമോറൽ. അപ്പം അതിനെക്കുറിച്ച് ഗാന്ധിജി എഴുതിയൊരു സാധനമുണ്ട്. അപ്പം അതിന് വേണേൽ നമ്മൾ പറയാം, അടുത്തടുത്ത ഗാന്ധിജി പറയുന്നത് തന്നെയാണ്. അടുത്തടുത്ത 2 വീടുകൾ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി മൂപ്പർ വിശദീകരിക്കുന്നത് 2 വീടുകൾ. അതൊരു വീട്ടിൽ വലിയൊരു പണക്കാരൻ, അടുത്ത വീട്ടിലും വലിയൊരു പണക്കാരൻ. അപ്പം ഈ ഒരു വീട്ടിലെ പണക്കാരൻ അയാളുടെ പണത്തിൻ്റെ ഹുങ്ക് കാണിക്കാൻ വേണ്ടിയിട്ട് തെരുവിൽ കിടക്കുന്ന 10-500 പാവങ്ങളെ വിളിക്കുന്നു, വിഭവസമൃദ്ധമായ സദ്യ കൊടുക്കുന്നു, എല്ലാവർക്കും വസ്ത്രം കൊടുക്കുന്നു, അക്കാലത്ത് 100 ഉറുപ്പികയും കൊടുക്കുന്നു. ആളുകളൊക്കെ കൈയടിക്കുന്നു, മാധ്യമങ്ങളൊക്കെ അംഗീകരിക്കുന്നൊക്കെ ഉണ്ട്. തൊട്ടടുത്ത വീട്ടിലുള്ള ആൾ അത് കാണുന്നു. അപ്പം അയാളതിലും ഉണ്ട് കൂടുതൽ പൈസ. ഇയാളിത് കൊടുക്കാൻ കാരണം
അയാൾക്ക് സ്വമേധയാ മനസ്സും തോന്നിയ നടന്നു പോകുന്ന പോക്കിൽ ഒരു പാവ സ്ത്രീ വന്നിട്ട് എനിക്ക് എന്തും തരുമോ പറഞ്ഞ് കൈ കാണിച്ച് അവരെ ചില ചരിത്രം പറഞ്ഞപ്പോൾ വല്ലാണ്ട് ദുഃഖം തോന്നിയിട്ട് ആരും പറയാണ്ട് ഒരു കാണിക്കലല്ലാണ്ട് ചെയ്തു. മറ്റേ അയാൾ 500 ആൾക്ക് കൊടുത്തില്ലേ, എന്നാൽ അവർ ഞാൻ മോശക്കാരനായിരുന്നു, അയാൾ 1000 ആളെ ക്ഷണിച്ച് വരുത്തി ഇരട്ടി എല്ലാം കൊടുത്ത് വിട്ടു. അതിലൊന്ന് മോറലാണ്, മറ്റേതിന് ഇമ്മോറൽ എന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇല്ല, നല്ല കാര്യം ചെയ്ത പ്രവൃത്തിയെ നോക്കുകയാണെങ്കിൽ ഇല്ല. അപ്പോൾ ഗാന്ധിജി പറയുന്നത് അയാൾ സിൻസിയറായിട്ട് ചെയ്തതല്ലത്, ഒരു നാട്യത്തിൻ്റെ പേരിലോ ഒരു പൊങ്ങച്ചത്തിൻ്റെ പേരിലോ ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ ആ പ്രവൃത്തി ഇങ്ങേപ്പുറത്തത് മോറലാണെങ്കിൽ അതിനെ ഞാൻ ഇമ്മോറൽ എന്ന് വിളിക്കുന്നില്ല, ബട്ട് ഇറ്റ് ഈസ് എ മോറൽ എന്നാണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വായിച്ചപ്പോൾ സോഷ്യലിസത്തെക്കുറിച്ച് അല്ലെങ്കിൽ മൂപ്പരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ, പിന്നെ ഗാന്ധിജിയുടെ ഒരുപാട് കത്തുകൾ ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ടുള്ള അതൊക്കെ വായിച്ചപ്പോഴാണ് എനിക്ക് ഗാന്ധിയൻ വഴിയിലൂടെ ഒരാൾക്ക് നടക്കാനാകും അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷെ എന്നാൽ പോലും എന്തെന്നില്ലാത്തൊരു സ്നേഹം തോന്നും. അയ്യരത്തിൻ്റെ പുറത്താണ് അങ്ങനെ സാധനം വന്നത്. തീർച്ചയായും അതൊരു നല്ല ഒരു രാഷ്ട്രീയമായ ഒരു പുതിയ കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നു ആ പുസ്തകം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ 2 ആളെയും കൂടി പറഞ്ഞുതരാം. അപ്പം എൻ്റെ അറിവിൽ ഇപ്പം ഗാന്ധിയെക്കുറിച്ച് ഞാൻ വേറൊന്നുമല്ല പറയുന്നത്, വസ്തുതൊന്നും പറയില്ല, ഗാന്ധിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളാണ് രമേശൻ മാഷ്. ഒരു വലിയൊരു പുസ്തകം മാത്രമല്ല ഇപ്പം വായിച്ചു പോയിട്ടുണ്ടാകുന്ന നിങ്ങൾ നേരിട്ടല്ലാണ്ട് സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു. തീർച്ചയായിട്ടും തികച്ചും ഇതുവരെ വരാത്ത വിഭിന്നമായ ഒരു പുസ്തകമായിരിക്കും അതെന്ന് എന്നോട് പറഞ്ഞാലോട് ഞാൻ പറഞ്ഞു. കാരണം അത് ആഴത്തിലുള്ള പഠിപ്പിൽ നിന്നേ അങ്ങനെ വരാം. അപ്പോൾ എനിക്ക് തോന്നിയത് ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഒരു മലയാളത്തിലെ 2 കവികളെയും ഗാന്ധിജിയും, 2 കവികൾ, കുമാരനാശാനെ കുറിച്ച് 100 പുസ്തകമുണ്ട്. പക്ഷെ അതല്ല, അതിലപ്പുറം കുമാരനാശാൻ പഠിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ്. വൈലോപ്പിള്ളിനെ കുറച്ചേ ഉള്ളൂ, ഗാന്ധിജി. ഇവരെക്കുറിച്ചൊക്കെ ഇനിയും പുതിയ തലമുറ അവർ പറഞ്ഞ ഓരോ കാര്യവും എടുത്തിട്ടും അവരുടെ ഓരോ ജീവിത വീക്ഷണവും എടുത്തിട്ടും വിശകലനം ചെയ്ത് അപഗ്രഥനം ചെയ്ത് പഠിക്കണമെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ശ്രമം നടത്തി എനിക്ക് അന്ന് തന്നെ പിന്നെ തൊഴുത് വന്നിക്കാൻ തോന്നിയത് അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്തായാലും ശരി, വളരെ വിഭിന്നമായൊരു പുസ്തകമായിരിക്കും. തീർച്ചയായും അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ നമുക്ക് രാജൻ തിരുവോത്തിന് സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നൽകിയത് എത്രമാത്രം സാർത്ഥകമായ ഒരു പ്രവൃത്തിയാണ് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. കാരണം ഒരു മനുഷ്യൻ സമസ്ത മേഖലയിലൂടെയും സഞ്ചരിക്കുകയും അവിടെയൊക്കെ തന്നെ അതിനെ ധിഷണാപരമായി അടയാളപ്പെടുത്തുകയും ചെയ്തു എന്നാണ് രാജമാഷിൻ്റെ പ്രത്യേകത. എല്ലാ വിഷയങ്ങളെക്കുറിച്ചും കേവലജ്ഞാനം മാത്രമല്ല, അതിൽ നിന്ന് കുറേ കൂടി യുക്തിഭദ്രമായി നവീകരിക്കപ്പെട്ട വിശ്വാസങ്ങളുടെ ഭാഗമായി നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹം പേരാമ്പ്രയുടെ അഭിമാനമാണ്, അഹങ്കാരമാണ് എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ.